अध्यक्ष സ്ഥാനത്തേക്ക് ജില്ലാ രക്ഷാധികാരി ദിനേശ് ഗിരിജാദേവി അവരെ മുൻപിലോ ആദ്യമായി അതുകൊണ്ട് പ്രാർത്ഥന. സ്വാഗത ശിശുദാസൻ വിദ്യാസഭ എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷ ശ്രീമതി ഗിരിജാദേവി, ജില്ലാ അധ്യക്ഷാധികാരി, ഉദ്ഘാടകർ ശ്രീമതി വി ശ്രീദേവി, മധ്യമേഖലാ സെക്രട്ടറി, വിശദീകരണം നൽകുന്ന പി രാധാകൃഷ്ണൻ, മാസ്റ്റർ ട്രസ്റ്റ് ലീഗൽ സമിതി കൺവീനർ, ആശംസകൾ ശ്രീമതി ഗീത ആർ നായർ, വെൽഫെയർ സമിതി കൺവീനർ, എറണാകുളം മേഖലയുടെ സെക്രട്ടറി, പ്രിയമുള്ള കൂട്ടായ്മ സുഹൃത്തുക്കളെ, അങ്ങനെ ഡിസംബർ 17 ദേശീയ പെൻഷൻ ദിനമാണ്. ഈ ആണ്ടത്തെ പെൻഷൻ ദിനം കൂട്ടായ്മയെ സംബന്ധിച്ച് പെൻഷൻ സംരക്ഷണ വാരമാണ്. വാരാചരണത്തിന്റെ സമാപന സമ്മേളനവും വിശദീകരണ യോഗവുമാണ് എന്നിവിടെ നടക്കുന്നത്. വാരാചരണത്തോടനുബന്ധിച്ച് മുതിർന്ന പൗരന്മാരെ ആദരിക്കൽ, ഓൺലൈൻ മസ്റ്ററിംഗ്, അന്നത്തെ ക്യാമ്പയിൻ എന്നീ കാര്യങ്ങൾ നടത്തുകയുണ്ടായി. ഓൺലൈൻ മസ്റ്ററിംഗ് കൂട്ടായ്മയുടെ ഇടപെടലിലൂടെ സാധ്യമായ ഒരു കാര്യമാണ്. ഇവിടെ ഒരു ചോദ്യം ഉയരാം, എന്തുകൊണ്ട് കൂട്ടായ്മ പെൻഷൻ ദിനം പെൻഷൻ സംരക്ഷണ വാരമായി ആചരിക്കുന്നു എന്ന ചോദ്യം. കാരണം പെൻഷൻ സംരക്ഷിക്കപ്പെടേണ്ട സ്ഥിതിയിലാണെന്ന തിരിച്ചറിവ് തന്നെ, പെൻഷൻ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന തിരിച്ചറിവ് തന്നെ, ഈ തിരിച്ചറിവിൽ നിന്നാണ് കൂട്ടായ്മ ഉണ്ടായത് തന്നെ. മറ്റാരും ഇല്ലെന്നുള്ള, പെൻഷൻ സംരക്ഷിക്കാൻ മറ്റാരും ഇല്ലെന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് കൂട്ടായ്മ രൂപം കൊണ്ടത്. പെൻഷൻ സുരക്ഷയും പെൻഷൻകാരുടെ സാമൂഹ്യക്ഷേമവും ആണ് അതിന്റെ അടിസ്ഥാന മുദ്രാവാക്യം. അപ്പോൾ സ്വാഭാവികമായി മറ്റൊരു ചോദ്യം വരാം, ഇപ്പോൾ മുടങ്ങാതെ പെൻഷൻ ലഭിക്കുന്നില്ലേ? ഉണ്ട്. പക്ഷേ പെൻഷൻ നൽകുന്നതിനുള്ള ഖജനാവ്, അതായത് മാസ്റ്റർ ട്രസ്റ്റ്, കാലിയാണ്. പെൻഷൻ നൽകേണ്ട കാശ് പല വഴി പോകുന്നു. അത് തടയാനാണ് കൂട്ടായ്മയുടെ കേസും പോരാട്ടവും. അതിന്റെ ഫലമാണ് 6/9/2024 സർക്കാർ ഉത്തരവ്. അതാണ് കൂട്ടായ്മയുടെ തടയണം അഥവാ സേതുബന്ധനം. 24% പലിശയോടെ മാസ്റ്റർ ട്രസ്റ്റിൽ പണം നിക്ഷേപിക്കണമെന്ന് KCBയോട് പറയുന്ന ഉത്തരവ്. കോടതി നിർദ്ദേശം പ്രകാരം ഉണ്ടായ ഈ ഉത്തരവിനെതിരെ ത്രികക്ഷി കരാറിന്റെയും മാസ്റ്റർ ട്രസ്റ്റിലെയും കക്ഷികളായവരും അല്ലാത്തവരും ഇതിലൊന്നും പങ്കാളിയല്ലാത്ത പെൻഷൻ സംഘടനയും രംഗത്ത് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഒരേ സമയം ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ അഥവാ രണ്ട് പോർമുഖങ്ങൾ കൂട്ടായ്മയ്ക്ക് ഉണ്ടായിരിക്കുന്നു. ഒന്ന്, 6/9/2014 ഉത്തരവ് നടപ്പാക്കുന്നതിന് വേണ്ടി. രണ്ടാമത്, മാസ്റ്റർ ട്രസ്റ്റിൽ 24% പലിശയോടുകൂടി അതിന്റെ പണം നിക്ഷേപിക്കണമെന്നുള്ള ഉത്തരവ് പിൻവലിക്കണം എന്നാവശ്യപ്പെടുന്ന പ്രതിരോധ ശക്തികളെ നേരിടുക എന്ന കാര്യവും. ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്നത് കൂട്ടായ്മയുടെ കേസിന്റെ അനന്തരഫലമായി ബോർഡ് കൈവശം വെച്ചിരിക്കുന്ന ഡ്യൂട്ടിയിൽ നിന്നാണ്. ഇത് സർക്കാർ എടുത്താൽ പെൻഷൻ മുടങ്ങും എന്ന സ്ഥിതിയാണ്. ആയതിനാൽ പെൻഷൻ സംരക്ഷണത്തിനായി വൈദ്യുതി ബോർഡിലെ പെൻഷൻകാരും ജീവനക്കാരും കൂട്ടായ്മയെ പിന്തുണയ്ക്കണമെന്നും കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിലെ അധ്യക്ഷൻ വഹിക്കുന്ന ശ്രീമതി ഗിരിജാദേവി ജില്ലയുടെ രക്ഷാധികാരിയാണ്. മാഡത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തോളും. അടുത്തതായി ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് കൂട്ടായ്മയുടെ മധ്യമേഖലാ സെക്രട്ടറി
ശ്രീമതി EP ശ്രീദേവിയാണ്. ശ്രീദേവി മാഡത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ യോഗത്തിൽ പെൻഷൻ സുരക്ഷയെ സംബന്ധിച്ചും നമ്മുടെ കേസ് സംബന്ധിച്ച വിഷയങ്ങളും കൂട്ടായ്മകളും വളരെ വിശദീകരിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത് ശ്രീ രാധാകൃഷ്ണൻ VP ആണ്. മാസ്റ്റർ ട്രസ്റ്റിന്റെയും ലീഗ് സമിതിയുടെയും കൺവീനറായ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആദ്യം പറയുന്നത് ശ്രീമതി ഗീത നായരാണ്, വെൽഫെയർ സമിതി കൺവീനർ. മാഡത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി പറയുന്നത് ശ്രീ ലാൽ TV ആണ്, എറണാകുളം ജില്ലാ ARU സെക്രട്ടറിയാണ്. അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഓരോരുത്തരെയും കൂട്ടായ്മയുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചിട്ടുള്ള ശ്രീമതി ശ്രീദേവി, പെൻഷൻ സംരക്ഷണത്തിനെ കുറിച്ച് വിശദീകരിക്കാനായിട്ട് ലീഗൽ സമിതി കൺവീനർ ഇവിടെ ഉണ്ട്. ശ്രീ EP രാധാകൃഷ്ണൻ, ശ്രീ ശിവദാസൻ, വെൽഫെയർ സമിതി കൺവീനർ ഗീത നായർ, മുനിസിപ്പാലിറ്റി നടത്തുന്ന ശ്രീലാൽ. നിങ്ങൾക്കൊക്കെ ഇതിന്റെ പലരും 12-ാം തീയതി നടത്തിയ വാരാചരണത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാവും. ഇത് വാരാചരണ സമാപനമാണ്. നമ്മൾ കുറച്ച് നാളായിട്ട്, മാസങ്ങളായിട്ട് പല ജില്ലകളിലും പല മേഖലകളിലും പെൻഷൻ കൂട്ടായ്മയെ കുറിച്ചിട്ടുള്ള വിശദീകരണവും പ്രവർത്തനങ്ങളും എല്ലാം വിശദമായിട്ട് തന്നെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളില് എല്ലാവരും എത്തിപ്പെടുകയും നല്ലൊരു ഗാദറിംഗ് ഉണ്ടായിരുന്ന പലയിടത്തും ഉള്ളതായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. അതിൽ നിന്ന് തന്നെ ഇതിന്റെ പ്രാധാന്യവും എന്തുകൊണ്ടാണ് ഇതെങ്ങനെ മുന്നോട്ട് പോകേണ്ടതെന്നും ഒക്കെ നമുക്ക് വിശദീകരിച്ച് മനസ്സിലാക്കി തന്നു. ഇതിന്റെ ഭാരവാഹികളും സ്റ്റേറ്റ് ലെവൽ ഭാരവാഹികളും ഡിസ്ട്രിക്ട് ലെവൽ ഭാരവാഹികളും ഒക്കെ എല്ലാവർക്കും വിശദമായിട്ട് തന്നെ പറഞ്ഞു തന്നു. അപ്പം നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ പെൻഷൻ ആകുന്നതിന് മുമ്പും അല്ലെങ്കിൽ ഈ കൂട്ടത്തിലിരിക്കുന്നവരല്ല, അതിന് മുമ്പുള്ളവരും ഒക്കെ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ് KSEB എന്ന് പറയുന്നത്. പക്ഷേ KSEB റീസ്ട്രക്ചറിങ് കഴിഞ്ഞ് KSEB ലിമിറ്റഡ് ആയി കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഒരു ഭയം ഉണ്ടായി. കമ്പനി ആകുമ്പോഴത്തേക്ക് നമുക്ക് പെൻഷൻ കിട്ടുമോ, ഇതുപോലെ നമ്മുടെ ആനുകൂല്യങ്ങളൊക്കെ തുടർന്നും കിട്ടുമോ എന്നുള്ള ഒരു ഭയപ്പാട് എല്ലാവർക്കും ഉണ്ടായി. പക്ഷെ അന്ന് എല്ലാവരും നമുക്ക് ഉറപ്പ് തന്നിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഒരു ഫണ്ട്, മാസ്റ്റർ ഫണ്ട് രൂപീകരിക്കുന്നുണ്ട്. അത് KSEBയും ഗവൺമെന്റും സംയുക്തമായി ചേർന്ന് അതിന് സെപ്പറേറ്റ് ഒരു ഫണ്ട്, ഫോക്കസ് ഫണ്ടിങ്, KSEBയുടെ ഫോക്കസ് ഫണ്ടിങ് ഒന്നും എടുക്കാതെ തന്നെ സെപ്പറേറ്റ് ഫണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരു മുടക്കവും കൂടാതെ നമുക്ക് പെൻഷൻ കിട്ടും എന്നൊക്കെ വളരെ താമസിച്ച് പറഞ്ഞിരുന്ന ഒരു ഫലം എല്ലാവർക്കും ഭയപ്പാടോടെ നോക്കിയിരുന്നെങ്കിലും അത്രയും ഉറപ്പ് തന്നിരുന്നു. ആ ബലത്തിലാണ് നമ്മള് വർഷങ്ങൾ കഴിഞ്ഞു പോയത്. പക്ഷെ നാളുകൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി ഈ മാസ്റ്റർ ട്രസ്റ്റ് എന്നുള്ള ഒരു ഫണ്ടേ ഇല്ല, അത് രൂപീകരിച്ചിട്ടുള്ള പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്തിട്ടില്ല. എങ്ങനെയൊക്കെ നമുക്ക് ഇത്രയും നാള് പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നു. അപ്പൊ നമ്മുടെ പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ നേടിത്തരേണ്ട ഒരു പെൻഷൻ എന്താ പറയുന്നത്, ഒരു കൂട്ടായ്മ, നേരത്തെ പെൻഷൻ കൂട്ടായ്മ എന്നുള്ള അതിന്റെ പേര് ഉണ്ടായിരുന്നുവെങ്കിലും കാര്യം എന്താ പറഞ്ഞ ഒരു കാര്യവും ഉണ്ടായില്ല, അല്ലെങ്കിൽ പ്രസക്തി ഇല്ലാതെ ഒരു സംഘടന എന്ന് തന്നെ പറയാം. അപ്പം അത് പേര് നടന്ന ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അറിഞ്ഞിട്ട് തന്നെ, ഞാനൊക്കെ റിട്ടയർ ചെയ്ത് 14 വർഷമായി. എന്നിട്ടും ഇന്ന് വരെ ഒരു പേപ്പറോ ഒരു പരിപാടിയോ ഒരു ജനറൽ ബോഡി മീറ്റിങ്ങിനോ ഒരു കടലാസ് പോലും കിട്ടിയിട്ടുമില്ല. പക്ഷെ ഈ ഒരു സംഘടന, പെൻഷൻ കൂട്ടായ്മ എന്നുള്ള സംഘടന 4 വർഷം, കഷ്ടിച്ച് 4 വർഷമായിട്ടുള്ളൂ. പക്ഷെ അതിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാല് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ട് അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്.
ഇതിന്റെ തുടക്കം തന്നെ ആദ്യം പലരും ഒന്നും അടിച്ചു നിന്നു. ഓൾറെഡി ഒരു സംഘടനയുണ്ട്, പിന്നെ എന്തിനാണ് നമുക്ക് ഇനിയും വേറൊരു സംഘടന. അപ്പം ഈ ഒരു പാർട്ടി ലെവലിൽ തന്നെ പല പല സംഘടനകൾ നമ്മൾ നേരിട്ട് സമീപിക്കുമ്പോൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതുപോലെ ഒരടുത്തൊരു സംഘടനയും കൂടെ വരുന്നു എന്നുള്ളൊരു തോന്നലേ ആദ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതിന്റെ ഒരു 4 വർഷത്തെ പ്രവർത്തനം 4 വർഷം കഴിഞ്ഞപ്പോൾ അത് ഏത് ലെവലിൽ നിൽക്കുന്നു എന്നുള്ളത് ഇതിനകത്ത് ഉള്ളവർക്കും പുറമെ നിൽക്കുന്നവർക്കും നന്നായിട്ട് അറിയാം. അതൊന്നും മടിച്ചു നിൽക്കുകയാണ്. പക്ഷെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് ഇതിന്റെ തലപ്പത്തോടെ നിങ്ങൾക്കൊന്നും പറഞ്ഞു തരണ്ടാവില്ല. സ്റ്റേറ്റ് പ്രസിഡന്റ് മുതല് പ്രസിഡന്റ് ഇതിന്റെ തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ ശ്രീ രാഹുൽതരം പ്രസിഡന്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോഴും അതിന്റെ മുന്നണിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. അതുപോലെ ഓരോ സ്ഥലത്തും അവരെ തെരഞ്ഞെടുത്ത വ്യക്തികൾ ഇപ്പൊ ഇവിടെ തന്നെ ഇരിക്കുന്നവരുടെയൊക്കെ കാര്യപ്രാപ്തി എന്ന് പറഞ്ഞാൽ അവര് ഏത് ലെവലാണ് അതിശയിച്ചു പോയി. അവരുടെ ഓരോ പ്രസംഗങ്ങളും ഓരോ വിശദീകരണവും കേൾക്കുമ്പം എത്ര ഡീപ്പായിട്ടാണ് ഇവർ ഇതിലോട്ട് പോയിരിക്കുന്നത്, എത്ര സ്മാർട്ടായിട്ടുള്ള ആൾക്കാരെയാണ് തെരഞ്ഞെടുത്ത ഈ ഒരു ഇതിലേക്ക് നേതൃത്വം വഹിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നതെന്നുള്ളത് വളരെ അതിശയകരമായിട്ടാണ് നോക്കി കാണുന്നത്. അപ്പം നമുക്കിപ്പം ധൈര്യമായിട്ട് പറയാം, ഇങ്ങനെ ഒരു സംഘടന നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ പെൻഷൻ സംരക്ഷിക്കാനും പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ കിട്ടാനും. അതുപോലെ അത് മാത്രമല്ല, ഇപ്പൊ അതിന്റെ ഒരു വഴി കൂടെ കടന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കണം. പെൻഷൻ കൂടാതെ എന്തെങ്കിലും അസുഖം വന്നാൽ വെൽഫെയർ ഫണ്ട് എന്നുള്ളൊരു സ്കീം പോലും ഇതിനകത്ത് ഉൾപ്പെടുത്തി പലർക്കും അസുഖം വന്നവർക്കും ഹോസ്പിറ്റലൈസ് ചെയ്തവർക്കും ഒക്കെ ചികിത്സാ സഹായം കൊടുക്കുകയും അടുത്ത കാലത്ത് മണിയാറില്ല നിങ്ങളുടെ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. മിക്ക ദിവസവും വരുന്നുണ്ട് പെൻഷൻ ACT പെൻഷൻ കൂട്ടായ്മയുടെ എന്താ പറഞ്ഞ അവരുടെ ഇടപെടൽ കൊണ്ടാണ് മണിയാർ പദ്ധതി അതിനൊരു സ്റ്റേ വാങ്ങിച്ചു. കോടതിയിൽ പോയി നമ്മൾ സ്റ്റേ വാങ്ങിച്ചു. പിടിക്കുന്ന നമ്മുടെ KCB കാറ്റ് പിടിക്കുന്ന KCB തന്നെ എന്താ പറഞ്ഞത് ഇലക്ട്രിസിറ്റി എടുത്ത് അവരെ മറിച്ചു വിൽക്കുകയും KCBക്ക് തന്നെ തിരിച്ച് കൊടുക്കുകയും ചെയ്യുന്ന ഒരു വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി പൊളിക്കാനായിട്ടുള്ളൊരു തുടക്കമാണ് നമ്മൾ കുറിച്ചിരിക്കുന്നത്. ഒട്ടും ഒരു നിസ്സാര കാര്യമല്ല. ഇനിയും നമുക്ക് ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും. NTPC ഇതുപോലെ വർഷങ്ങളായിട്ട് കോടികളാണ് നമുക്ക് കടമെടുത്തി വെച്ചിരിക്കുന്നത്. KCB നല്ല രീതിയിൽ നല്ല വിദഗ്ധന്മാരും നല്ല യോഗ്യതകളും നല്ല കഴിവും ഉള്ള ഒരുപാട് സ്റ്റാഫ് നമ്മുടെ ബോർഡിലുണ്ട്. പക്ഷെ അതൊന്നും വേണ്ട വിധം അതൊന്നും ഉപയോഗിക്കാതെ തലപ്പത്ത് ഇപ്പം ചെയർമാനാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവര് വളരെ വിദഗ്ധരും കാര്യപ്രാപ്തിയും മാനേജ്മെന്റ് കപ്പാസിറ്റിയും ഉള്ളവർ വന്നു കഴിഞ്ഞാൽ അതിൽ തുടരാൻ അനുവദിക്കുന്നില്ല. അപ്പൊ ഇവർക്ക് എങ്ങനെയാണ് അതിനകത്ത് ഇടപെടാൻ പറ്റുന്നതെന്നുള്ള അതിന് നോക്കിയിട്ട് അതിന് പറ്റുന്ന ആൾക്കാരെ കൊടുക്കാനുള്ള ശ്രമമാണ് ഇപ്പൊ നടന്നു വരുന്നത്. വളരെ മിടുക്കനായിട്ടുള്ള ഒരു ചെയർമാൻ ഇപ്പൊ അടുത്ത കാലത്തുണ്ടായി. പക്ഷെ തോന്നുകയാണെങ്കിൽ എന്നാലും പക്ഷെ അവർ മനസ്സിലാക്കുന്നില്ല ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എത്ര നാള് നമ്മൾ KSRTC ഒക്കെ നമുക്ക് അറിയാം. എത്രയോ PSUs പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഫുള്ള് അടച്ചുപൂട്ടുകയാണ്. അതൊക്കെ സമരവും നേതൃത്വത്തിന്റെ പിടിപ്പില്ലായ്മയും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ അവരുടെ ഇതിനനുസരിച്ച് നിൽക്കുന്ന ഒക്കെ കൊണ്ടാണ് ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മൾ കൂട്ടേണ്ടി വരുന്നത്. KSRTCയുടെ സ്ഥിതി അറിയാൻ പെൻഷൻ കിട്ടുന്നില്ല, ശമ്പളം കിട്ടുന്നില്ല. ആ നിലയ്ക്ക് നമ്മുടെ ഓർഗനൈസേഷനും പോകരുത് എന്നുള്ള ഒരു എന്താ പറഞ്ഞ നമുക്ക് ഒരു തീരുമാനം എടുക്കണം. അതിന് കൂട്ടായ്മയില് വളരെ ശക്തിയുക്തം നമ്മൾ ശ്രമിച്ചാലും അല്ലെങ്കിൽ പരിശ്രമിച്ചാലും അതിന് നേടാനുള്ള എന്താ പറഞ്ഞ ഇടപെടലുകൾ നടത്തിയാലും മാത്രമേ നമുക്ക് നമ്മുടെ സാമ്പത്തിക ഭദ്രതയും KCBയുടെ ഒപ്പം തന്നെ KCBയുടെ സാമ്പത്തിക ഭദ്രതയെ ഉറപ്പുവരാനാണ് നമ്മൾ നോക്കേണ്ടത്. അതിനെല്ലാവരും പ്രയത്നിക്കാനായിട്ട് ശ്രമിക്കണം. നല്ല നേതൃത്വമുണ്ട്, അതിന് പിന്തുണ കൊടുക്കണം. ഇത് കൂടുതൽ അംഗങ്ങളെ നമുക്ക് ശരിക്കും മിടുക്കന്മാരായിട്ട് മാത്രം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, അംഗസംഖ്യയും വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അത് എത്രയും പേര് നിങ്ങൾ നമ്മുടെ ഫ്രണ്ട്സ് കൂട്ടുകാരെയും അല്ലെങ്കിൽ ഇനി റിട്ടയർ ചെയ്യാൻ ഒരുപാട് വർഷം തോറും മാസം തോറും ഒട്ടനവധി ആൾക്കാർ റിട്ടയർ ചെയ്ത് വരുന്നുണ്ട്. അവരെയൊക്കെ ഈ സംഘടനയിൽ ചേർക്കാൻ പരിശ്രമിക്കുകയും കൂടെ ചെയ്യണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.
ഉദ്ഘാടനം ചെയ്യാനായിട്ട് ശ്രീ DP ശ്രീദേവിയെ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട അധ്യക്ഷ ശ്രീജാണ് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ വിശദീകരണം നടത്തുന്ന മാസ്റ്റർ ട്രസ്റ്റ് ലീഗൽ സമിതി കൺവീനർ ശ്രീ VK രാധാകൃഷ്ണൻ, നമ്മുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി ശ്രീ ശിവദാസൻ, വെൽഫെയർ സമിതി കൺവീനർ ശ്രീമതി ആൻപീക, മറ്റ് സംസ്ഥാന ജില്ലാ ARU ഭാരവാഹികൾ, എന്റെ പ്രിയ കൂട്ടായ്മ കുടുംബാംഗങ്ങളെ, പ്രിയ സഹോദരി സഹോദരന്മാർ, നേരത്തെ ഇവിടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ, നമ്മുടെ അധ്യക്ഷ പ്രാസംഗിക പറഞ്ഞതുപോലെ, ജനങ്ങളിൽ നിന്ന് തുടങ്ങാം. നാം ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് മഹത്തായ ഡിസംബർ 17 എന്ന സുദിനത്തിന്റെ ഒരു ആചരണവുമായി ബന്ധപ്പെട്ട നമ്മുടെ കൂട്ടായ്മ എന്ന് പറയുന്ന ഈ മഹത് സംഘടന കഴിഞ്ഞ വർഷവും അതിനു മുന്നേ വർഷവും നമ്മൾ ഈ പെൻഷൻ ദിനാചരണവുമായി ബന്ധപ്പെട്ട് നാം നടത്തിയതിനേക്കാൾ 1, 2, 3 പടി കൂടി നമ്മൾ മുന്നിലേക്ക് ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് ഈ 2024 നമ്മുടെ കൂട്ടായ്മ പിറന്ന 3 വർഷം തികഞ്ഞ 4ാം വയസ്സിലേക്ക് കാലൂന്നി നിൽക്കുന്ന ഈ ഒരു വേളയിൽ ഡിസംബർ 17 എന്ന പെൻഷൻ ദിനം നാം അതിനെ വിവിധ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വയോധികരായിട്ടുള്ള പെൻഷൻ സുഹൃത്തുക്കളെ ഭവനങ്ങൾ സന്ദർശിച്ച് അവരുമായി ക്ഷേമ കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട്, സൗഹാർദ്ദങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അവരെ ഈ ഡിസംബറിൽ നടക്കുന്ന മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ മസ്റ്ററിംഗ്, നമ്മുടെ പ്രവർത്തന ഫലമായി നാം നേടിയെടുത്ത ഓൺലൈൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് അവരെ സഹായിക്കുക, അതോടൊപ്പം തന്നെ അംഗത്വ സമാഹരണം എന്നീ വിശിഷ്ടങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് നാം അതിനെ ഒരു ദിനത്തിൽ ഒതുക്കാതെ ഒരു വാരം, പ്രത്യേകിച്ചൊരു 6 ദിവസം വളരെ സജീവമായി നാം രംഗത്തിറങ്ങുകയും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നാം വ്യാപകരാകുകയും ചെയ്തതിന്റെ ഒരു സമാപന മുഹൂർത്തമാണ് ഇന്ന് ഇവിടെ ഈ വേദിയിൽ നടക്കുന്നത്. പെൻഷൻ ദിനത്തെ കുറിച്ച് നാം പറഞ്ഞു. 1982 1982 ഡിസംബർ 17 ഇത് തുടങ്ങുന്നത്, ഈ പെൻഷൻ ദിനം എന്ന് പറയുന്നത്. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അന്നത്തെ നമ്മുടെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന, ഒരുപക്ഷെ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഏറെക്കാലം ചീഫ് ജസ്റ്റിസ് ആയിരുന്ന DY ചന്ദ്രചൂഡ്, ഇപ്പോ കഴിഞ്ഞ മാസം അതിന് മുന്നേ മാസം റിട്ടയർ ചെയ്ത AY ചന്ദ്രചൂഡ്, അദ്ദേഹത്തിന്റെ പിതാവായ DY ചന്ദ്രചൂഡ്, അദ്ദേഹം വളരെ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ മുമ്പാകെ, അദ്ദേഹം ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പാകെ ഒരു കേസ് വന്നു. ആ കേസ് കൊടുത്തിരുന്ന അദ്ദേഹത്തെ നമ്മൾ സ്മരിക്കണം. DS മലാര എന്ന് പറയുന്ന ആ വ്യക്തിയെയും നാം സ്മരിക്കണം. അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് വേണം, അദ്ദേഹമാണ് ഈ ഒരു സുഗമമായ പെൻഷന് വേണ്ടി ഫൈറ്റ് ചെയ്ത നമുക്കറിയാവുന്ന ആദ്യത്തെ പോരാളി. അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന്റെ ഫലമായാണ്, അദ്ദേഹം കൊടുത്ത ആ ഒരു കേസിനെ ആസ്പദമാക്കിയാണ് പെൻഷൻ എന്ന് പറയുന്നത് തൊഴിൽ ദാതാവിന്റെ
അവരുടെ തൊഴിൽ ദാതാവിന്റെ ഔദാര്യമല്ലെന്നും ഇതൊക്കെ നമുക്ക് ധാരാളം നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. വാട്സപ്പിലും അല്ലാതെയൊക്കെ മാധ്യമങ്ങളിലും ഒക്കെ നാം ഇത് ധാരാളം കേൾക്കുന്നുണ്ട്. അതായത് ഇത് ഔദാര്യമല്ല, അവകാശമാണ്. അപ്പോ ഈ ഒരു അവകാശം അന്ന് നേടിയെടുത്തതാണ് എന്ന് ആ ഒരു ചരിത്രപരമായിട്ടുള്ള വിധി ന്യായത്തിലൂടെ നേടിയെടുത്തതാണ്. അതായത് പെൻഷന്റെ ആ ഒരു ഡിഗ്നിറ്റിയും ഡീസൻസിയും ചോർന്നു പോകാതെ തൊഴിൽ ചെയ്ത് ഇറങ്ങിപ്പോകുന്ന പെൻഷനായവരുടെ മറ്റു റിട്ടയർഡ് ഒഫീഷ്യൽസിന് പെൻഷൻ സുഗമമായി അവരുടെ പെൻഷൻ സുരക്ഷിതമായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചരിത്രപരമായ വിധി, ആ വിധി ഇറങ്ങുന്ന സുദിനമാണ് 1982 ഡിസംബർ 17. അതിനെയാണ് എല്ലാ വർഷവും ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ ഈ ഒരു പെൻഷൻ ദിനാചരണം നാം ആചരിക്കുന്നു. അപ്പൊ നമ്മൾ ചെയ്യുന്നത് പല പ്രവർത്തനങ്ങളെ നാം ഏകോപിപ്പിച്ചുകൊണ്ട് അതൊരു വാരാചരണമായിട്ട് നാം അതിനെ കൊണ്ടാടുവാൻ തീരുമാനിച്ചതിന്റെ ഒരു സമാപന മുഹൂർത്തമാണ്. ഇപ്പൊ ഇതിൽ പറഞ്ഞു ട്രസ്റ്റിന്റെ സ്വാഗത പ്രാസംഗികനും അതോടൊപ്പം തന്നെ നമ്മുടെ അധ്യക്ഷ പ്രാസംഗികയും മാസ്റ്റർ ട്രസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. നമ്മളുടെ എംപ്ലോയർ, നമ്മുടെ തൊഴിൽ ദാതാവ് എന്ന് പറയുന്നത് ഇപ്പോ ഞാൻ ശ്രീ വി പിയുടെ ആ വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പല വേദികളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇത് നമുക്ക് പെൻഷൻ തരേണ്ട ബാധ്യത KSEB-ക്കല്ല, KSEB ലിമിറ്റഡിലല്ല, സർക്കാരിനല്ല, മറ്റൊരു അതോറിറ്റിക്കുമല്ല. നമ്മുടെ തൊഴിൽ ദാതാവായിട്ട് നിൽക്കുന്നത് മാസ്റ്റർ ട്രസ്റ്റാണ്. ആ മാസ്റ്റർ ട്രസ്റ്റ് നിലവിൽ വന്നിട്ട് 1/8/2014 മാസ്റ്റർ ട്രസ്റ്റ് നിലവിൽ വന്നിട്ട് ഇന്നും അതിൽ ചില ജീവികൾ എന്താ പറയാ, അതില് മനുഷ്യന്റെ പെരുമാറ്റമില്ലാതെ വരുമ്പോൾ എവിടെയാണെങ്കിലും അതിൽ ജീവികൾ കയറിപ്പറ്റും, മറ്റ് ജീവികൾ കയറിപ്പറ്റും. നമ്മൾ പറയും അതിൽ പൂച്ച വെച്ച് കിടക്കുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവി അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക്, അങ്ങനെ ശൂന്യമായിട്ടുള്ള അവസ്ഥയിലേക്ക് നോക്കൂ. എത്ര വർഷം കൂട്ടായ്മ രൂപപ്പെടുന്നത് 2021 ആ 2021 എന്ന് പറയുമ്പോൾ ഈ കമ്പനി വൽക്കരണം കഴിഞ്ഞ്, അതായത് 2013 കമ്പനി വൽക്കരണത്തിന് ശേഷം 8 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ സംഘടന രൂപം കൊള്ളുന്നത്. 2021 ഏകദേശം 8 വർഷം കഴിഞ്ഞിട്ടും ഈ ഒരു എന്താ പറയാ മാസ്റ്റർ ട്രസ്റ്റിൽ ഒരു നയാ പൈസ പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നപ്പോൾ നമുക്കറിയാം അത് ഉണ്ടായിരുന്ന ഒരേ ഒരു പെൻഷൻ സംഘടന 10,000 അംഗങ്ങളുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരേ ഒരു പെൻഷൻ സംഘടന അവിടെ ഉണ്ടെങ്കിലും അവര് ഏകദേശം കുംഭകർണത്വം പ്രാപിച്ചൊരവസ്ഥയിലായിരുന്നു. കുംഭകർണത്വം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പുരാണത്തിലെ കുംഭകർണനെ ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങുക, ആ ഉറക്കത്തിൽ നിന്ന് ഉണർത്താൻ ആനയും അമ്പാരിയും വേണ്ടി വരിക. ഇനി ഉണർന്നെ കാതിലൊക്കെ എന്താ പറയാ ആനയെ കൊണ്ട് ഓലിയിടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് കുംഭകർണനെ, അതായത് അതീവ ഗാഠനിദ്രയിലായിരിക്കുന്ന, അതായത് ഭക്ഷണം കഴിഞ്ഞിട്ട് അതായത് സുഖിച്ച് ജീവിക്കുന്ന, എന്ന് തന്നെ പറയാം, ലക്ഷ്യം എന്താണെന്ന് പോലും അറിയാതെ സുഖിച്ച് ജീവിക്കുന്ന, ഇങ്ങനെ ഏത് പൊടിയും പിടിച്ച് സർവീസിലിരിക്കുക, ഏത് പൊടിയും പിടിച്ച് അല്ലെങ്കിൽ ഏത് സംഘടനയിലും അംഗങ്ങളായിരുന്ന ഈ പാവപ്പെട്ട ജീവനക്കാർ അവർ പെൻഷൻ പറ്റുമ്പോൾ അവർ ചെന്ന് കയറുന്ന ഈ സംഘടന, അവർ ചെന്ന് കയറുന്നതേ ഉള്ളൂ അവരുടെ സംഘടനയിൽ. അപ്പൊ പെൻഷൻ സംഘടന എന്ന് പറഞ്ഞാൽ ലക്ഷ്യം എന്തായിരിക്കണം? പെൻഷൻകാരുടെ ക്ഷേമമായിരിക്കണം. ആ ഒരു ക്ഷേമം നിവർത്തിക്കുന്നില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കാലങ്ങളായിട്ട് 80-കളിൽ തുടങ്ങിയ സംഘടനയാണെന്ന് പറയുന്നത് ആലോചിച്ച് നോക്കണം. എത്ര പതിറ്റാണ്ടുകളായി ആ ഒരു സംഘടന എന്താ പറയാ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട്. ആ പ്രവർത്തനം എന്താണെന്നാണ് നാം ശരിക്കും മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് അതായത് നമ്മുടെ കമ്പനിവൽക്കരണം 31/10/2013 കമ്പനിവൽക്കരണം നടക്കുന്ന സമയത്ത് നാം അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രശ്നം, അതായത് നമ്മുടെ അതുവരെയുള്ള പെൻഷൻകാരുടെയും അന്നത്തെ ജീവനക്കാരുടെയും അവരുടെ ഭാവിയിലുള്ള ബാധ്യതകൾ എങ്ങനെ നിറവേറ്റണം എന്നുള്ളതാണ്. അത് വേണ്ടിയിട്ട് നല്ല സുന്ദരമായിട്ടുള്ള നിയമത്തിന്റെ ചട്ടക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഒരു ത്രികക്ഷി കരാറിന് രൂപം കൊടുക്കുന്നത്. ത്രികക്ഷി കരാർ അതാണ് 1/8/2014 ത്രികക്ഷി കരാറിന് രൂപം കൊടുക്കുന്നത്. ആ ത്രികക്ഷി കരാറിൽ അന്ന് ഉണ്ടായിരുന്ന എല്ലാ
അത് ഒപ്പിട്ടു എന്നുള്ളതാണ്. മാറുന്ന ഒരേ സംഘടന അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടന ഉണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾക്ക് ഓർത്തു വെക്കേണ്ടത് അതിലൊന്നാതെ, അതായത് മാസ്റ്റർ ട്രസ്റ്റ് ഈ ത്രികക്ഷി കരാർ എന്ന് പറയുമ്പോൾ അതിന് എല്ലാ വ്യവസ്ഥകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അതായത് നമ്മുടെ നിലവിലുള്ള ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകളും അന്നുണ്ടായിരുന്ന പെൻഷൻകാരുടെ സുഖമായിട്ടുള്ള പെൻഷൻ നിവർത്തിക്കാനുള്ള വ്യവസ്ഥകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ള ത്രികക്ഷി കരാർ, അതായത് ഒന്നാം കക്ഷിയായി സർക്കാരും രണ്ടാം കക്ഷിയായി KSEB-യും മൂന്നാം കക്ഷിയായി ഈ പറയുന്ന ട്രേഡ് യൂണിയനുകളെല്ലാം അതിൽ ഒപ്പിട്ടപ്പോൾ അതിൽ മാറി നിന്ന ഒരേ ഒരു സംഘടന, അതായത് പെൻഷൻകാരുടെ ക്ഷേമത്തിന് വേണ്ടി നിലനിൽക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു സംഘടന അതിൽ നിന്ന് മാറി നിന്നുള്ളതാണ്. അത് മനഃപൂർവ്വമായിട്ട് അതിൽ നിന്ന് മാറി നിൽക്കുകയും ഇന്ന് അവർ ഓരിയിട്ട് നടക്കുകയാണ്. ഇങ്ങനെ ഒരു സംഘടന വന്ന് ഏറെ കാര്യങ്ങൾ ചെയ്ത് അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ നമ്മുടെ കാര്യങ്ങൾ ഉണർത്തിച്ച് അത് സർക്കാർ അവസാനം ഈ 6/9/2024 ഒരു സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ച് കഴിഞ്ഞപ്പോൾ അതിനെ തുരങ്കം വയ്ക്കുവാൻ അവർ പല തരത്തിലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്, അതെല്ലാം ക്യാൻസൽ ചെയ്യുകയാണ്. അതിലൊന്നും അവർ തീരെ ഈ പറയുന്ന പിക്ചറിൽ അവർ തീരെ അപ്രസക്തരല്ല. അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പെൻഷൻ സുരക്ഷയോ അല്ലെങ്കിൽ പെൻഷൻ വിഭാഗത്തിന്റെ ക്ഷേമ കാര്യങ്ങളോ ആയിരുന്നില്ല അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. മറ്റു പല സ്ഥാപിത താല്പര്യങ്ങളുമായിരുന്നു. അങ്ങനെയാണ് കമ്പനിവൽക്കരണം കഴിഞ്ഞ 8 വർഷത്തിന് ശേഷം ഒരു നമുക്കറിയാം ഈ പല അവതാരങ്ങളും ഭൂമിയിൽ അവതരിക്കുന്നത് വളരെ ഭൂമിയുടെ ഒരു അവസ്ഥ വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോഴാണ് അവതാരങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. പ്രോഫറ്റുകൾ എങ്ങനെയാണ് വരുന്നത്? അങ്ങനെ നമുക്കറിയാം, നമ്മൾ അവതാരങ്ങളെ കുറിച്ച് കേൾക്കുന്നത് വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഭൂമി വരുമ്പോഴാണ് അവതാരങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ നമ്മളുടെ അവസ്ഥ അതിദയനീയമായിട്ട്, അതായത് ആ ഒരു 10% ഡ്യൂട്ടി ഈ കഴിഞ്ഞ ബഡ്ജറ്റില് നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അതിന് എടുത്തോണ്ട് പോകും. കാരണം എടുത്തോണ്ട് പോകും, കാരണം 10 വർഷം എങ്ങനെ പോകും. അതായത് KSEB കൈവശം വയ്ക്കാൻ പറഞ്ഞിരുന്ന 10% എന്ന് പറയുന്ന അവർ കൊടുക്കേണ്ട 35% ഒരു ബാക്കി പത്രമായിട്ടാണ്. അപ്പൊ ആ 10% എന്ന് പറയുന്ന 10 വർഷത്തെ 2023 വരെയുള്ള 31/10/2023 വരെയുള്ള ഒരു കാലാവധി കഴിഞ്ഞു. 10 വർഷം കഴിഞ്ഞു. അത് ഒരിക്കലും ചോദ്യം ചെയ്യാൻ പറ്റൂല. സർക്കാർ ആ കാശ് എവിടെ പോയി? ആ കാശ് അവിടെ മാസ്റ്റർ ട്രസ്റ്റില് അതിന്റെ എങ്ങനെ മാസ്റ്റർ ട്രസ്റ്റ് അതില് ഫണ്ട് ഉണ്ടാക്കണം എന്നുള്ളത് ആനുപാതികമായിട്ട് അതെല്ലാം കൃത്യമായിട്ടാണ് നിയമത്തിന്റെ, അതായത് ത്രികക്ഷി കരാറിൽ ഈ 3 കക്ഷികളും ഉൾപ്പെട്ടിട്ടുള്ള ആ ത്രികക്ഷി കരാറിൽ നിയമത്തിന്റെ ചട്ടക്കൂട്ടിൽ ഈ പറയുന്ന എന്താണ് മാസ്റ്റർ ട്രസ്റ്റ് എങ്ങനെയാണ് അത് വിഭാവന ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ടത് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ അതില് ഫണ്ട് സ്വരുക്കൂട്ടണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതില് 65% ഫണ്ട് സ്വരൂപേട്ടേണ്ട നമ്മളുടെ മാനേജ്മെന്റ് അതിൽ നിന്നെല്ലാം മാറി ബാക്കി സർക്കാർ തന്ന കാശ് അതും പുട്ടടിച്ചു എന്നുള്ളതാണ്. ആ ഒരു അവസ്ഥയിലേക്ക്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ മാസ്റ്റർ ട്രസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ തൊഴിൽ ദാതാവിന് അല്ലെങ്കിൽ നമുക്ക് തരേണ്ട പെൻഷൻ സുഗമമായിട്ട് നിവർത്തിക്കേണ്ട മാസ്റ്റർ ട്രസ്റ്റ് ശൂന്യമായിട്ട് അപ്പോഴും വർഷങ്ങൾ കഴിയെ ശൂന്യമായിട്ട് കിടക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് രൂപം കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്ത് പറ്റും? ഇപ്പോ നമ്മുടെ 10% ഡ്യൂട്ടി എടുത്തിട്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി പറഞ്ഞു, നമ്മളുടെ എന്താ പറയുക ചെയർമാനും പറഞ്ഞു KSEB-യിലെ പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റില്ല. വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ആ 10% എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അപ്പൊ ആ 10%-ന് നമ്മൾ തുരട്ടം വെച്ചു. നമ്മൾ അന്ന് തുരട്ടം വെച്ചു. ഇപ്പൊ ഏകദേശം എത്രയാ ഒരു ആ ഒരു മാസം എത്ര കാലം കഴിഞ്ഞു? 2013 നവംബർ മുതൽ 2023 നവംബർ മുതൽ എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞിട്ട് 2024 നവംബർ കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞു. ഇപ്പൊ 2025 എന്ന് പറയുന്ന ആ ഒരു വർഷം തീർക്കുകയാണ്. അപ്പൊ നമ്മൾ വെച്ചു, അതായത് നമ്മളെ ചവിട്ടി കടന്നു പോയാൽ നമ്മളതിനെ എന്താ പറയാ, നമ്മളതിനെ എന്താണ് വിലങ്ങനെ നമ്മളത് കടന്നു കൊടുത്തു. നമ്മളെ കൊന്നിട്ട് പോയാൽ മതി. അങ്ങനെ ഇനി നമ്മളെ കവച്ചു വെച്ച് സർക്കാരിനോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിനോ കടന്നു പോകാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൂട്ടായ്മ ഇത് കൊണ്ടുചെന്ന് എത്തിച്ചു.
ഇനി ഇതിനെല്ലാം നിയമത്തിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ശക്തമായിട്ടുള്ള ഒരു എന്താ പറയാ, അതിന്റെ ആ ഒരു ചട്ടക്കൂട്ടിലാണ് ഇതെല്ലാം നിൽക്കുന്നത്. അപ്പൊ സർക്കാരിന്റെ അറിയാം, സർക്കാരിന്റെ കൈ കഴുകാൻ പറ്റും. ഇപ്പൊ അവസാനം സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടുണ്ട്. എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ 30 കൂടി എല്ലാം പിഴപ്പലിശയാണ്, എല്ലാം പിഴയാണ്. ആലോചിച്ച് നോക്ക്, 24% 6/9/2024 സർക്കാർ ഉത്തരവ് ഇറങ്ങിയപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് KSEB കൊടുക്കേണ്ട പണം അത് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് 24% എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് പിഴപ്പലിശയാണ്. ഈ പിഴപ്പലിശ ആരാ ഒടുക്കേണ്ടത്? അതായത് ഏത് ചെയ്യുന്നവർക്കാണ് ഈ പിഴപ്പലിശ കൊടുക്കേണ്ടത്? അങ്ങനത്തെ ഒരവസ്ഥയിലാണ് KSEB കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏകദേശം കുറച്ചൊരു സമാധാനമൊക്കെ ഉണ്ട്. നമുക്ക് പരിപൂർണമായിട്ടുള്ള ഒരു സമാധാനം കിട്ടണമെങ്കിൽ ഇനിയും നാം ഈ പറയുന്ന കോടതികളുമായിട്ട് നമ്മൾ വ്യവഹാരങ്ങൾ നടത്തേണ്ടി വരും. ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലാണ് നാം ഇപ്പോൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഹൈക്കോടതിക്കറിയാം, ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് അതിനൊരു വിധിന്യായം പുറപ്പെടുവിച്ചത്. ശരിയാണെന്നുള്ളത് അദ്ദേഹത്തിന് തോന്നി. അതായത് KSRTC പോലെ അദ്ദേഹത്തിന് തോന്നിയെന്താ വെച്ചാൽ ഇതിന്റെ ഒരു നിയമ സാങ്കത്യം ശരിയാണ് എന്നുള്ളത് അദ്ദേഹത്തിന് തോന്നി. പക്ഷെ അദ്ദേഹം കൂടി അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിൽ അദ്ദേഹം കണ്ടു. എന്താണെന്നറിയാമോ? KSRTCയുടെ കാര്യം അദ്ദേഹത്തിനറിയാം. KSRTC എന്ന് പറയുന്ന സ്ഥാപനത്തിലെ റിട്ടയർ ചെയ്തവരുടെ ജീവനക്കാരും ഒക്കെ ഇങ്ങനെ ചുമ്മാ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അതപ്പോ നമ്മുടെ KSEBയിലെ പെൻഷൻകാരെയും അല്ലെങ്കിൽ KSEBയും ഒരു ആത്മഹത്യ മുനമ്പാകും എന്ന് തിരിച്ചറിഞ്ഞാണ് അദ്ദേഹം അത്രയും ഭംഗിയായി നമ്മളുടെ ആ ഒരു നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ വ്യക്തമായിട്ട് കേൾക്കുവാനും സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് ചീഫ് സെക്രട്ടറി നമ്മളുടെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം നമ്മൾ പറഞ്ഞതെല്ലാം അദ്ദേഹം ക്ഷമയോടുകൂടി കേൾക്കുകയും നമ്മൾ പറഞ്ഞതിനെല്ലാം നമ്മൾ ഏതെല്ലാം വാതിലും നമ്മൾ മുട്ടി ഈ ഒരു മാസ്റ്റർ ട്രസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സഞ്ചിത നിധി, ആ നിധിക്കകത്ത് പണം വന്നു ചേരണമെന്നും അതിനെ ധനസമ്പുഷ്ടമാക്കണമെന്നും പറഞ്ഞിട്ട് നമ്മൾ ആദ്യം സമീപിച്ചത് നമ്മുടെ റെഗുലേറ്ററി കമ്മീഷന് മനസ്സിലായി. നമ്മൾ അതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ആ ചരിത്രത്തിൽ ആദ്യമായിട്ട് കൂട്ടായ്മ എന്ന് പറയുന്ന സംഘടനയാണ് മാസ്റ്റർ ട്രസ്റ്റിനെ കുറിച്ചും ഈ ത്രികക്ഷി കരാറിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകളെ കുറിച്ചും ആ വ്യവസ്ഥ ഉപയോഗിച്ചുകൊണ്ട് എന്തായാലും മാസ്റ്റർ ട്രസ്റ്റിനെ കുറിച്ചും എല്ലാം കൃത്യമായിട്ട് റെഗുലേറ്ററി കമ്മീഷനെ ബോധിപ്പിച്ച ഏക സംഘടന എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടായ്മയാണ്. അപ്പൊ റെഗുലേറ്ററി കമ്മീഷന്റെ കാര്യം മനസ്സിലായി, ഇതങ്ങനെ ചുമ്മാ വിട്ടുകൊടുക്കാൻ പറ്റില്ല. അതിന് പിന്നെ മുട്ടിയ വാതിൽ എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിന്റെ വാതിലിൽ നമ്മൾ മുട്ടി. അതുപോലെ തന്നെ നാം KSEBയിലും നമ്മുടെ മാനേജ്മെന്റിന്റെ വാതിലിലും മുട്ടി. ഒരു വാതിലും തുറക്കാതിരുന്ന ഒരു അവസരത്തിലാണ് നമുക്ക് ഒരു വാതിലും തുറന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് ആശ്രയം എന്ന് പറയുന്ന കോടതിയാണ്. അപ്പൊ അങ്ങനത്തെ അവസ്ഥയിലേക്കാണ് നമുക്ക് കോടതിയിലേക്ക് പോയത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നാം നേടിയെടുക്കും. വളരെ ചരിത്രമായിട്ട് നമ്മുടെ സംഘടന മുന്നിട്ട് പോവുകയാണ്. ബാക്കി മലയാളം വിഷയങ്ങളൊക്കെ ഇവിടെ നമ്മുടെ ശ്രീ VP രാധാകൃഷ്ണൻ അതിനെ കുറിച്ചെല്ലാം പറയും. അപ്പൊ നമ്മളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞ നമ്മുടെ പെൻഷൻ സുരക്ഷ, അതുപോലെ തന്നെ നമ്മുടെ സാമൂഹിക ക്ഷേമം, പെൻഷൻ വിഭാഗത്തിന്റെ സാമൂഹിക ക്ഷേമം. മൂന്നാമതായി നമ്മൾ ഒരു അടിത്തറ കൂടി അതിന് പാകിയിട്ടുണ്ട്, സ്ഥാപന സുരക്ഷ. സ്ഥാപനം ഭദ്രമായിരിക്കണം. KSEB എന്ന് പറയുന്ന സ്ഥാപനം ഭദ്രമായിരിക്കണം. അതിപ്പോ പറഞ്ഞില്ലേ, മണിയാറ് കഴിഞ്ഞ ദിവസം പേപ്പറിൽ കണ്ടു 300 കോടി അവരുണ്ടാക്കണം ലാഭം. വല്ലാതെ തിന്നുവാണ് ഈ വക പദ്ധതികളെല്ലാം. നമുക്ക് സുന്ദരമായിട്ട് ഇതെല്ലാം നമുക്ക് ഏറ്റെടുത്ത് നടത്തുന്ന ദിഷണാശാലികളായ അത്രയും തലയുള്ള എൻജിനീയേഴ്സ് ഉള്ള കേരളം ഒന്ന് ആലോചിച്ച് നോക്കുക. വല്ലതും കൊണ്ടുപോയി ഇത് തിന്നുകൊണ്ടിരിക്കും, അതിന് നമ്മൾ അനുവദിക്കും. ആ ഒരു അവസ്ഥയും കൂടി അതുകൂടി അതായത് സ്ഥാപനത്തിന്റെ സാമ്പത്തിക ഭദ്രത കൂടി നാം ലക്ഷ്യം വച്ചിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അപ്പോഴും ഉദാത്തമായ ആ ഒരു ലക്ഷ്യമാണ് നാം മുന്നിൽ കണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നാം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെ ആ ഒരു നേതൃത്വത്തിൽ ഇരിക്കുന്നവരുടെ അവർക്ക് വേണ്ട അവരെപ്പോഴും ചലനാത്മകമാണ്. രാപകലില്ലാതെ അവര് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കേസ് കൊടുക്കാൻ ആരാ ഇതുവരെ കേസ് കൊടുത്തേക്കുന്നത്? അവർ ഇതര സംഘടന ഏതെങ്കിലും ഒരു കേസ് കൊടുത്തിട്ടുണ്ടോ? അവർക്ക് കോടതി കയറാൻ പേടിയായിരുന്നു. അവര് കേസ് കൊടുത്തിട്ടില്ല. അവർ ചരിത്രത്തിൽ വല്ല കേസ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിധി നോക്കേണ്ടിയിരുന്നു. അപ്പൊ മാസ്റ്റർ ട്രസ്റ്റ് അത്
എന്താ പറയാ അത് ധനസമ്പുഷ്ടമാണ്. ഞാനിപ്പോ ഈ ഇതിന്റെ പുറകിൽ കൂടി വന്നപ്പോ ഞാൻ കണ്ടൊരു കാഴ്ച, ഈ എന്താണ് നമ്മുടെ കമ്പനികൾക്കൊക്കെ സമയത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യം, മാസ്റ്റർ ട്രസ്റ്റ് എങ്ങനെയൊക്കെ അതിൽ പണിയിട്ടുണ്ടായിരുന്നു, അതിന്റെ സ്ക്രാപ്പൊക്കെ വിറ്റ് കിട്ടുന്ന കാശും അതിന് മുതൽ കൂട്ടണമെന്ന് പറഞ്ഞിരുന്നു. എന്താ സ്ക്രാപ്പ് കിടക്കണം? നിങ്ങൾക്ക് ഈ പരിപാടി കഴിഞ്ഞ് ഒന്ന് പോയി നോക്കണ്ടോ എന്താണ് സ്ക്രാപ്പ് കിടക്കുന്നത്? അപ്പൊ ഇനി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതൊരു എല്ലാ ഓഫീസുകളിലും ഒരു ഹിമാലയത്തെക്കാൾ ആ ഓഫീസിന്റെ സ്ക്രാപ്പ് കൊണ്ട് മൂടിയാലും അതങ്ങനെ അവിടെ കിടക്കുന്നു. അപ്പൊ ഏത് അതാണ് മാനേജ്മെന്റ് ഇല്ലായ്മയാണ് ഈ ഒരു, അല്ലെങ്കിൽ ചെറു കാര്യസ്ഥതയ്ക്ക് കാര്യം. അതിന് സംശയം വേണ്ട. നല്ല പദ്ധതി കൊണ്ടുപോകുന്നു, അതൊക്കെ അവൻ വേഗത്തിൽ അവനത് കാശാക്കുന്നു. അപ്പൊ ഇതെല്ലാം മാധ്യമശ്രദ്ധയിലേക്ക് കൊണ്ടുപോകും. അപ്പൊ കണ്ണിയായിട്ട് നമ്മൾ അവതരിപ്പിച്ചു. ഇതിൽ നമ്മുടെ കയ്യിൽ ധാരാളം കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടായ്മ വളരെ വളരെ വിജയശ്രീലാളിതമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതിന് വേണ്ട ആ ഒരു എന്താ പറയാ, അതിന് വേണ്ട ആ ഒരു അതെന്നും അതിന്റെ കെടാതെ അതെന്നും ജ്വലിച്ചു നിൽക്കുവാൻ വേണ്ട എന്താ പറയാ, അതിന്റെ ഊർജമാകുക നാം എല്ലാവരും. ഇത് മാത്രമേ എനിക്ക് ആഹ്വാനം ചെയ്യാനുള്ളൂ. ഞാൻ ഇതിന്റെ കാര്യത്തിലേക്ക് കടക്കട്ടെ. ഇന്നത്തെ ഈ ഒരു സമാപന പരിപാടി വളരെ ഗംഭീരമായിട്ടുള്ള സമാപന പരിപാടിയാണ്. ഇതില് അംഗങ്ങളുടെ ഒരു എന്താ പറയാ, നല്ലൊരു ബാഹുല്യമുണ്ട്. വളരെ സന്തോഷം തോന്നുന്നു. ഇത്രയും നല്ലൊരു പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ആശംസകൾ നേർന്നുകൊണ്ട് ഇവിടെ വന്നു. ഞാൻ വിളിച്ചു റസീറ്റ് മറ്റേത് ഓക്കെ ഉള്ള അല്ലേ? വിളിച്ചില്ല തിരിച്ചു മുഖംമൂടികളുടെ കാലമാണോ? പരിപാടി സമകാലിക വിഷയങ്ങൾ വിശദീകരിക്കാനായിട്ട് ശ്രീ പി രാധാകൃഷ്ണൻ, മാസ്റ്റർ ട്രസ്റ്റ് ആൻഡ് ലീഗൽ സംവിധാനങ്ങളെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയായ അധ്യക്ഷ, ഈ വിശദീകരണ യോഗവും സമാപന സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത KSCB കൂട്ടായ്മയുടെ മറ്റൊരു ജില്ലാ സെക്രട്ടറി ശ്രീമതി ശ്രീദേവി, വേദിയിലുള്ള ജില്ലാ സെക്രട്ടറി ശ്രീ PJ ശിവദാസൻ, ശ്രീമതി ഗീതാ നായർ, സംസ്ഥാന വെൽഫെയർ സമിതി കൺവീനർ, മറ്റു ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, സുഹൃത്തുക്കൾ, ഈ വിശദീകരണ യോഗം ശ്രമിക്കുന്ന ഇലക്ട്രിക്കൽ സർക്കിളിലുള്ള പ്രിയപ്പെട്ട ജീവനക്കാരെ, സാമാന്യന വൈദ്യുതി ബോർഡിന്റെ പെൻഷനും വൈദ്യുതി ബോർഡ് എന്ന് പറയുന്ന KSCB ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ സാമ്പത്തിക മാനേജ്മെന്റ് സാഹചര്യങ്ങളും ഏറെക്കുറെ നന്നായി വിനിമയം ചെയ്തിട്ടുണ്ട്, നിങ്ങളുമായി ആശയവിനിമയം ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് വളരെ വിശദമായി ആ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. മറിച്ച് ഈ പെൻഷൻ ദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വാരാചരണത്തിന്റെ സമാപനം
സംരക്ഷണ വാരമായി ആചരിക്കുവാനുണ്ടായ കാര്യത്തെ കുറിച്ച് ആമുഖമായി ശിവദാസൻ പറഞ്ഞു. അത്തരം കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ കൂടി ബോധ്യപ്പെടുത്താനുണ്ട് എന്ന ധാരണയിലാണ് ഞാനൊരു വർത്തമാനം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വൈദ്യുതി ബോർഡ് കമ്പനിയാകുന്നത് 2013 ആഗസ്റ്റ് മാസം 31-ാം തീയതിയാണ്. അതിനും 5 വർഷങ്ങൾക്ക് മുമ്പ് ഇലക്ട്രിസിറ്റി നിയമത്തെ അടിസ്ഥാനമാക്കി 2003 കേന്ദ്ര വൈദ്യുതി നിയമത്തെ അടിസ്ഥാനമാക്കി ആ വൈദ്യുതി നിയമത്തിന്റെ 131-ാം വകുപ്പ് അനുസരിച്ച് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ സപ്ലൈ ആക്ട് അനുസരിച്ച് രൂപീകൃതമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കേരള സംസ്ഥാന വിദ്യുത് ശക്തി ബോർഡിന്റെ ആസ്തിവാസികൾ 2008 സെപ്റ്റംബർ മാസം 25-ാം തീയതി നമ്മുടെ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു. അന്ന് ഏതാണ്ട് 7000 കോടി രൂപയിലധികമാണ്, 1 ലക്ഷം കോടി രൂപയിലധികം റവന്യൂ പൊട്ടൻഷ്യലുള്ള, വരുമാന സാധ്യതകളുള്ള അല്ലെങ്കിൽ വരുമാന ശേഷിയുള്ള ഈ സ്ഥാപനത്തെ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു. ആ സമയത്ത് വൈദ്യുതി ബോർഡുമായി ബന്ധപ്പെട്ട് പണിയെടുക്കുന്ന വൈദ്യുതി ബോർഡ് എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനവുമായിട്ട് നിൽക്കുന്ന കേരളത്തിലെ പൊതുസമൂഹം ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്ത വിഷയം എന്ന് പറയുന്നത് 1 ലക്ഷം കോടി രൂപയിലധികം വരുമാന ശേഷിയുള്ള ഈ ഒരു സ്ഥാപനത്തെ സർക്കാർ ഏറ്റെടുത്തിരിക്കുന്ന എന്തിനു വേണ്ടിയാണ്? 1956 ഇന്ത്യൻ കമ്പനി നിയമമനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിപ്പിക്കുവാനുള്ള ഒരു കമ്പനിക്ക് കൈമാറാനാണ്. കമ്പനി നിയമത്തിന്റെ പരിവൃത്തത്തിൽ, കമ്പനി നിയമത്തിന്റെ അടിസ്ഥാന തത്വങ്ങളനുസരിച്ച് ഒരു കമ്പനിക്ക് പരിമിതികളുണ്ട്, സാധ്യതകളുണ്ട്. അതിന് വ്യത്യസ്തങ്ങളായ വിജാതീയമായ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സങ്കല്പം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നാം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന KSEB ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, അത് ഏത് വിഭാഗത്തിൽപ്പെടുന്ന കമ്പനിയാണെന്ന് നിങ്ങൾക്കറിയാം. അത് ഒരു സ്വകാര്യ കമ്പനിയാണ്. സർക്കാരിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഒരു സ്വകാര്യ കമ്പനി. ആ കമ്പനിയുടെ ഓഹരികൾ ഇന്ത്യയിൽ നിലവിലുള്ള കമ്പനി ചട്ടമനുസരിച്ച്, കമ്പനി നിയമമനുസരിച്ച്, ഇന്ത്യയിൽ നിലവിലുള്ള നിയമവ്യവസ്ഥയനുസരിച്ച് അതിന്റെ ഓഹരികൾ ഏതു സമയത്തും കൈമാറ്റം ചെയ്യും. അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടാൽ കേരളത്തിന്റെ 1 ലക്ഷം കോടി രൂപയിലധികം അന്ന് നിരോധിക്കപ്പെട്ട ഈ സ്ഥാപനം സ്വകാര്യ മൂലധന ശക്തികളുടെ കയ്യിൽ എത്തിപ്പെടുകയും ഈ സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന ജീവനക്കാരുടെയും ഈ സ്ഥാപനത്തിൽ നിന്ന് പെൻഷൻപ്പെട്ട് ജീവിക്കുന്ന അന്നത്തെ ഏകദേശം 27,000-ഓളം വരുന്ന പെൻഷൻകാരുടെയും കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെയും സ്വത്തും ഈ മനുഷ്യജീവികൾക്ക് ജീവിക്കുവാനുള്ള വരുമാനവും ജീവിത ചെലവും എന്നേക്കുമായി നഷ്ടപ്പെടുന്നത് കൊണ്ട് അത് പൂർണ്ണമായി സംരക്ഷിക്കുവാനുള്ള നിയമവ്യവസ്ഥകളോട് കൂടി മാത്രമേ ഈ KSEB എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തെ സർക്കാരിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ബോർഡിനെ ഒരു കമ്പനിയിലേക്ക് കൈമാറുവാൻ ഞങ്ങൾ അനുവദിക്കുകയുള്ളൂ എന്ന് ഈ സ്ഥാപനത്തിൽ അന്നുണ്ടായിരുന്ന ട്രേഡ് യൂണിയൻ നേതാക്കളുടെ കർക്കശമായ ദൂരക്കണക്കിയോടുകൂടിയുള്ള ആത്മാർത്ഥമായ വിശാല മനുഷ്യസങ്കല്പത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പോരാടിയതിന്റെ ഫലമാണ് കമ്പനിയാക്കുവാനായിട്ട് 5 കൊല്ലവും 1 മാസവും 5 ദിവസവും ഈ സ്ഥാപനം നീണ്ടുപോയതെന്ന് ഇന്ന് ഈ സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന, അന്ന് കമ്പനിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട
തൊഴിലാളികളും അവരുടെ അഭിനവ ട്രേഡ് നേതാക്കളും വൈദ്യുതി ബോർഡിലെ പെൻഷൻകാരനെ വിറ്റ് ഉപജീവിക്കുന്ന മൂരാജ് സംഘടനയും ഓരോ സംഘടനയും തിരിച്ചറിയണം എന്നാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ സർക്കാരിന്റെ കയ്യിലുണ്ടായിരുന്ന KSEBിന്റെ ആസ്തി വസ്തുതകൾ കമ്പനിയിലേക്ക് കൈമാറുവാനായി ആദ്യം രൂപീകരിച്ച കൈമാറ്റത്തിന്റെ വ്യവസ്ഥകൾ എന്തൊക്കെയായിരുന്നു? കമ്പനിക്ക് നേരിട്ട് നിയമിക്കുവാനുള്ള അവകാശം, കമ്പനിക്ക് പ്രമോഷൻ വ്യവസ്ഥകൾ രൂപപ്പെടുത്തുവാനുള്ള അവകാശം, കമ്പനി നിയമമനുസരിച്ചുള്ള ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം സേവന വേതന വ്യവസ്ഥകൾ നിർണ്ണയിക്കുവാനുള്ള അവകാശം. ആ അവകാശങ്ങൾ ജീവനക്കാരനെയും പെൻഷൻകാരനെയും കമ്പനി നിയമത്തിന്റെയും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിന്റെയും കളക്റ്റീവ് ബാർഗൈനിങ്ങിന്റെയും കൂട്ടായ വിലപേശലിന്റെയും സംരക്ഷണവും കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും സർക്കാർ പെൻഷൻകാർക്കും ബാധകമായ KSR പരിരക്ഷയും ഇന്ന് നമ്മൾ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളിലും ഒരു കുറവുമില്ലാതെ, അണുവിട വ്യത്യാസമില്ലാതെ മാറ്റുവാൻ ഇലക്ട്രിസിറ്റി ആക്ടിന്റെ 131 വകുപ്പ് സാക്ഷരമായി ഉപയോഗിക്കണം. അതിന്റെ സാധ്യതകൾ ഉപയോഗിക്കണം. PSC വഴിയുള്ള നിയമനം നിലനിർത്തണം, കമ്മ്യൂട്ടേഷൻ നിലനിർത്തണം, ഗ്രാറ്റുവിറ്റി നിലനിർത്തണം, പ്രമോഷൻ വ്യവസ്ഥകൾ നിലനിർത്തണം. ഈ സ്ഥാപനത്തിന്റെ ആസ്തി ബാധ്യതകൾ സംരക്ഷിക്കപ്പെടണം. ഈ സ്ഥാപനത്തിന്റെ 1,00,000 കോടി രൂപയിലധികം മതി പോരുന്ന വരുമാന സാധ്യതയുള്ള അതിന്റെ സ്വത്തുവകകൾ സംരക്ഷിക്കണം എന്ന കാർക്കശ്യമുള്ള നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് കമ്പനിവൽക്കരണം കഴിഞ്ഞിട്ടുള്ളത്. പല ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ ഭരണപക്ഷവും പ്രതിപക്ഷവും വേറെ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ചർച്ചകൾ നടത്തി. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇടപെട്ടു, കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇടപെട്ടു. കൊടിയുടെ നിറവ്യത്യാസമില്ലാതെ സംഘടിതമായി വൈദ്യുതി ബോർഡിലെ ട്രേഡ് യൂണിയനുകൾ മുന്നിട്ടിറങ്ങിയതിന്റെ പരിണിത ഫലമാണ് ഈ ആനുകൂല്യങ്ങളുടെ സംരക്ഷണം. ഈ ആനുകൂല്യങ്ങളുടെ സുരക്ഷിതമായ അവസ്ഥ എവിടെയാണെന്നത്, ആരാണ് മറുപടി പറയേണ്ടത്, ആരാണ് ഇതിന് ഉത്തരവാദി? ഇത് പരിശോധിക്കുവാൻ സ്വന്തം ശരീരത്തിൽ മിടിക്കുന്ന ഒരു ഹൃദയമുള്ളവൻ ബാധ്യസ്ഥനാണ് എന്ന് നാം തിരിച്ചറിയാം. അല്ലാതെ ആർക്കാണ്ടും വേണ്ടി ഓക്കാനിക്കുന്ന, അങ്ങനെ അധപ്പതിക്കുന്ന മനഃപ്പാവങ്ങളായി വൈദ്യുതി ബോർഡിലെ ട്രേഡ് യൂണിയൻ നേതാക്കൾ അധപ്പതിക്കരുത് എന്നാണ് ഞങ്ങൾ. അങ്ങനെ സർക്കാർ ഏറ്റെടുത്ത ഈ ആസ്തി വാർത്തകൾ 2013 ഒക്ടോബർ മാസം 31 തീയതി KSEB ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് കൈമാറുവാൻ ഒരു കൈമാറ്റ വ്യവസ്ഥയുണ്ടാക്കി. വൈദ്യുതി ബോർഡിന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കുവാൻ പ്രത്യേക ഒരു യൂണിറ്റ് ഉണ്ടാക്കി. പ്രത്യേക ഒരു യൂണിറ്റ്, ഒരു റിട്ടയർഡ് കളക്ടർ രഘുവിനായിരുന്നു അദ്ദേഹത്തിന്റെ പേരെന്നാണ് എന്റെ ഓർമ്മ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ലാൻഡ് മോണിറ്ററിംഗ് യൂണിറ്റ് ഉണ്ടാക്കി. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ആധാരവും പട്ടയവും ഒക്കെ ആളുകൾ അന്വേഷിച്ചു. വൈദ്യുതി ഭവന്റെ ഉടമസ്ഥൻ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു മരിച്ചുപോയ 10-20 വർഷം മരിച്ചുപോയ ഒരു ഭൂവുടമയായിരുന്നു. രേഖകൾ ഉണ്ടാക്കി, അതൊന്നും തിട്ടപ്പെടുത്തി. അങ്ങനെ ആസ്തിയും ബാധ്യതയും സംരക്ഷിച്ചുകൊണ്ടാണ് രണ്ടാം കൈമാറ്റ പദ്ധതി. ആ രണ്ടാം കൈമാറ്റ പദ്ധതിയിൽ ഏറ്റവും വലിയ ബാധ്യത എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഏറ്റവും വലിയ ബാധ്യത എന്ന് പറയുന്നത് ജീവനക്കാരന്റെ വേതന സംരക്ഷണവും പെൻഷൻകാരന്റെ പെൻഷൻ സംരക്ഷണവുമാണ്. ജീവനക്കാരന്റെ ആനുകൂല്യങ്ങളും പെൻഷൻകാരന്റെ പെൻഷൻ ആനുകൂല്യങ്ങളും സംരക്ഷിക്കുക എന്ന് പറയുന്ന ബാധ്യതയാണ്. പക്ഷേ ഇലക്ട്രിസിറ്റി ബോർഡിനെ കൈമാറുന്ന 2013 ഒക്ടോബർ മാസം 31 തീയതി ഇലക്ട്രിസിറ്റി ബോർഡിനെ
അന്നുണ്ടായിരത്തോളം വരുന്ന പെൻഷൻകാരന്റെയും 27,000 വരുന്ന ഏകദേശം 30,000 വരുന്ന ജീവനക്കാരന്റെയും ഭാവി പെൻഷൻ ബാധ്യത എത്രയെന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല. അത് 2011 സെപ്റ്റംബർ മാസം 30 വരെയുള്ള 7,574 കോടി രൂപയാണ് ഭാവി ബാധ്യത എന്നാണ് തിട്ടപ്പെടുത്തിയത്. കമ്പനിയാകുന്നതിന് 2 വർഷവും 1 മാസവും മുമ്പുള്ള ബാധ്യത. അതുകൊണ്ട് കൈമാറ്റ തുകയിൽ പെൻഷൻ വ്യവസ്ഥ സംബന്ധിച്ച 6-9 എന്ന് പറയുന്ന വ്യവസ്ഥ ക്ലോസ്. ആ വ്യവസ്ഥയിൽ ആദ്യത്തെ സെന്റൻസ് എന്താണ്? ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാർക്കും ഇന്നുള്ള ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഭാവിയിൽ പെൻഷൻ കൊടുക്കുവാൻ വേണ്ടി 1882 ഇന്ത്യൻ ട്രസ്റ്റ് നിയമം അനുസരിച്ചുള്ള ഒരു ട്രസ്റ്റ് ഉണ്ടാക്കും. ആ ട്രസ്റ്റിന് ഇലക്ട്രിസിറ്റി ബോർഡിൽ കമ്പനിയാവുന്ന സമയത്തുള്ള പെൻഷൻകാരുടെയും ഭാവി പെൻഷൻകാരന്റെയും പെൻഷൻ ബാധ്യത നിർവഹിക്കേണ്ടത്. നേരത്തെ ഉദ്ഘാടക പറഞ്ഞ പോലെ സംസ്ഥാന സർക്കാരോ KSEB ലിമിറ്റഡോ അല്ല. അങ്ങനെ ധരിച്ചു വശാരുമ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ വരുമാനത്തിൽ നിന്ന് KSEB ലിമിറ്റഡിന്റെ വരുമാനത്തിൽ നിന്ന് KSEB ആണ് ഞങ്ങൾക്ക് പെൻഷൻ എക്കാലത്തും ധരിക്കേണ്ടതെന്ന് ധരിച്ചു വശായി പോയ മരമണ്ടന്മാരുടെ സങ്കേതമായി വൈദ്യുതി ബോർഡിൽ നടത്തിച്ചു. മരമണ്ടന്മാരുടെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ വൈദ്യുതി ബോർഡിനെ ഇതൊന്നും വാചകമല്ലാത്ത ഞാനെന്ന് വരുത്തില്ലേ നാരായണ മാസം തോറും 200 രൂപ പിരിക്കണം, പെൻഷൻ വർദ്ധിപ്പിച്ചാൽ 1% പിരിക്കണം, അതുകൊണ്ട് ജീവിച്ചു പോകാമെന്ന് കരുതുന്ന പരാന്നഭോജി നേതാക്കളുടെ ഒരു പെൻഷൻ സംഘടനയും ഇതിനിയെങ്കിലും മനസ്സിലാക്കണം. മാസ്റ്റർ ട്രസ്റ്റാണ് നമുക്ക് പെൻഷൻ തരേണ്ടത്. ആ മാസ്റ്റർ ട്രസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് പെൻഷനില്ല. ആ മാസ്റ്റർ ട്രസ്റ്റിൽ പണമില്ലെങ്കിൽ നമുക്ക് പെൻഷനില്ല. അതാണ് ഈ പെൻഷൻ ദിനത്തിന്റെ പ്രത്യേകത. നേരത്തെ പറഞ്ഞ സുപ്രീം കോടതി വിധി എംപ്ലോയറുടെ ഔദാര്യമല്ല, പിരിഞ്ഞു അവകാശമാണ് പെൻഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് വൈദ്യുതി ബോർഡിലെ പെൻഷൻകാരന്റെ അവസ്ഥ എന്താണ്? അവന് പെൻഷൻ തരാൻ ക്ഷമയില്ല. ഇന്ന് വൈദ്യുതി ബോർഡിലെ പെൻഷൻകാരൻ അനാഥനാണ്. അവനെ സനാഥനാക്കാനുള്ള പോരാട്ടത്തിലാണ് പെൻഷൻ. അങ്ങനെ മാസ്റ്റർ ട്രസ്റ്റ് ഉണ്ടാക്കിയാൽ ആ മാസ്റ്റർ ട്രസ്റ്റിലേക്ക് കമ്പനിയാകുന്നത് വരെയുള്ള പെൻഷൻ ബാധ്യത, ശ്രദ്ധിക്കണം, കമ്പനി ആകുന്നത് വരെയുള്ള പെൻഷൻ ബാധ്യത, എക്കാലത്തെയും പെൻഷൻ ബാധ്യതയല്ല, കമ്പനി ആകുന്നത് വരെയുള്ള പെൻഷൻ ബാധ്യത. ആ ബാധ്യതയുടെ 35%, 35.4%, 34.6% സംസ്ഥാന സർക്കാർ വഹിച്ചുകൊള്ളാം. ബാക്കി വരുന്ന 65% KSEB ലിമിറ്റഡ് വഹിക്കണം, കമ്പനിയാകുന്നതും. അതിനുശേഷം ഈ ബാധ്യത കൊണ്ട് തീരില്ല. പെൻഷൻ പരിഷ്കരണം ഉണ്ടാകും, ക്ഷാമാശ്വാസം ഉണ്ടാകും, ശമ്പള പരിഷ്കരണം ഉണ്ടാകും, കമ്മ്യൂട്ടേഷൻ തുകയിൽ വ്യത്യാസം വരും, ഗ്രാറ്റുവിറ്റിയിൽ വ്യത്യാസം വരും, കാലം ചെല്ലുന്തോറും ആനുകൂല്യങ്ങളിൽ വ്യത്യാസം വരും. അങ്ങനെ വരുന്ന അധിക ബാധ്യത വഹിക്കേണ്ടത് KSEB ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. അങ്ങനെ മാസത്തിന്റെ വരുമാനം പെൻഷന് കൊടുക്കാതെ തികയാതെ വന്നാൽ അതിന്റെ ബാക്കി തുക ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് വർഷം തോറും ആനുവൽ പെൻഷൻ കോൺട്രിബ്യൂഷനായി എല്ലാ വർഷവും ഏപ്രിൽ മാസം 1-ാം തീയതി മാസ്റ്റർ ട്രസ്റ്റ്. ഇതാണ് നമ്മുടെ 6-9 എന്ന് പറയുന്ന പെൻഷൻ നിക്ഷേപ വ്യവസ്ഥയുടെ ഒരു പൊതുചിത്രം. അങ്ങനെ വൈദ്യുതി ബോർഡിലെ കമ്പനിയായി
അങ്ങനെ ഈ പറയുന്ന 6-9 എന്ന് പറയുന്ന വ്യവസ്ഥ സമ്പൂർണമായി പാലിക്കുവാൻ, അതിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാകാതിരിക്കാൻ ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുശാസിക്കുന്ന കരാർ നിയമം അനുസരിച്ച് ഒരു ത്രികക്ഷി കരാർ ഉണ്ടാക്കും. ആരുമായി ത്രികക്ഷി കരാർ ഉണ്ടാക്കും? സംസ്ഥാന സർക്കാർ 1-ാം കക്ഷിയായും KSEB ലിമിറ്റഡ് 2-ാം കക്ഷിയായും വൈദ്യുതി ബോർഡിലെ ട്രേഡ് യൂണിയനുകളെയും ജീവനക്കാരെ പ്രതിനിധീകരിച്ച ട്രേഡ് യൂണിയനുകളുമായി ത്രികക്ഷി കരാർ ഉണ്ടാക്കും. ആരില്ല ത്രികക്ഷി കരാറിൽ? പെൻഷൻകാരനില്ല. ആർക്കു വേണ്ടിയാണ് മാസ്റ്റർ ട്രസ്റ്റ്? പെൻഷൻ കൊടുക്കാൻ ഉണ്ടാക്കുന്ന മാസ്റ്റർ ട്രസ്റ്റിൽ പെൻഷൻകാരൻ ഇല്ല. അന്ന് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഉണ്ടായിരുന്ന ഏക പെൻഷൻ സംഘടനയുടെ പ്രായം മധുര 11 30 വയസ്സുള്ള നല്ല യൗവന യുക്തനായ പെൻഷനേഴ്സ്. പക്ഷേ ഇതുവഴി മന്ദബുദ്ധിയായി ശരീരം വളർന്നെങ്കിൽ വളർന്നിട്ടും വാർദ്ധക്യത്തിൽ വൃദ്ധസഞ്ചയത്തിന്റെ ബുദ്ധിവൈകൃതം എന്നൊക്കെ പറയുന്നത് പോലെ അകർപ്പതിച്ച അജീർണം ബാധിച്ച മസ്തിഷ്കം മരവിച്ചുപോയ ഒരു സംഘടനയ്ക്ക് ഇത് തിരക്കാൻ നേരമില്ലായിരുന്നു. അവരാ പണം പോകിയിരിക്കായിരുന്നു. എന്തിനാ? വിസർജിക്കാനല്ല, വാങ്ങി കച്ചവടം ഉറപ്പിക്കാൻ. അല്ലേ? അപ്പൊ 99 കൊല്ലത്തേക്ക് പാട്ടക്കരാർ എടുത്തിരിക്കുകയാണ്. വൈദ്യുതി ബോർഡിന്റെ വൈദ്യുതി ഭവനത്തിന്റെ എതിർവശത്ത് പട്ടത്തുള്ള ഒരു 12 സെന്റ് സ്ഥലം പണ്ട് എക്സിക്യൂട്ടീവ് എംപ്ലോയീസ് യൂണിയൻ എന്ന് പറയുന്ന സംഘടന ഉണ്ടായിരുന്നു. ആ സംഘടന ഇല്ല. അതിൽ ആരോഗ്യം ജീവിച്ചിരിക്കുന്നുണ്ട് ഇപ്പോഴും. അവരുമായി കള്ളക്കടമാണ് ഉണ്ടാക്കി 99 കൊല്ലത്തേക്ക് പാട്ടക്കരാർ. മുല്ലപ്പെരിയാർ ഉണ്ടാക്കാനല്ല. നമ്മൾ കണ്ണായിട്ടും മുല്ലപ്പെരിയാർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. മൂന്നാറിൽ കണ്ണൻ ദേവനായിട്ട്. പിന്നെ ഗോൾഫ് ക്ലബ് ഉണ്ട് 1 രൂപയ്ക്ക് പാട്ടത്തിൽ. അതുപോലെ പുതിയ ഗോൾഫ് ക്ലബ് ഉണ്ടാക്കാനായിരിക്കും, അല്ലെങ്കിൽ സെമിത്തേരി വഴിയാണ്. ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പോ നമ്മുടെ KV ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രി ഉണ്ടല്ലോ, ആ മന്ത്രിയുടെ അച്ഛൻ ആർഭാടകൃഷ്ണമുള്ള കുറച്ച് നാൾ ഈ എക്സിക്യൂട്ടീവ് എംപ്ലോയീസ് യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം മന്ത്രിയായിരുന്നു. അപ്പൊ ആരോ എടുത്തു നോക്കിയപ്പോ മറ്റേ ഉമിയിൽ കിടക്കുന്ന കടലാസ് പോലെ മഞ്ഞ നിറമുള്ള ഒരു കടലാസിൽ ഒരു പേര് കണ്ടു. പ്രസിഡന്റ് ആർഭാടകൃഷ്ണമുള്ള. KV ഗണേഷ് കുമാർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് സ്റ്റോപ്പ് മെമ്മോയാണ്. കോർപ്പറേറ്റുകളായി ഇലക്ട്രിസിറ്റി ബോർഡിലെ സംഘടനകളെ സംബന്ധിച്ചു കോടാനൂടി രൂപയുടെ ആസ്തി സമ്പാദിച്ചുകൊണ്ട് ഉണ്ടുറങ്ങി കഴിയുന്ന ആകമന്മാരുടെ കൂട്ടമായി വൈദ്യുതി ബോർഡിലെ ട്രേഡ് യൂണിയനുകളും വൈദ്യുതി ബോർഡിൽ ഉണ്ടായിരുന്ന ഈ വസ്തു സംഘടനയും അകമറിച്ചു. അതുകൊണ്ടാണ് അങ്ങനെ 6-9 എന്ന് പറയുന്ന വ്യവസ്ഥയനുസരിച്ച് ആ 2-ാം കൈമാറ്റ പദ്ധതിയുടെ അനുബന്ധമായി ത്രികക്ഷി കരാറിന്റെ മാതൃകയുണ്ടാക്കി. ആ ത്രികക്ഷി കരാർ 2-ാം കൈമാറ്റ പദ്ധതിയുടെ ഭാഗമാക്കി. ഇതെല്ലാം സമയത്തിന്റെ ഭാഗമാണ്. ത്രികക്ഷി കരാറൊന്നും ആദ്യം കൈമാറ്റത്തിലില്ല. അവസാനം ത്രികക്ഷി കരാർ സംബന്ധിച്ചു. അപ്പൊ ത്രികക്ഷി കരാറിന് കൂടുതൽ ബലം കിട്ടുവാൻ വേണ്ടി എന്ത് ചെയ്തു? കൈമാറ്റ പദ്ധതി എന്ന് പറയുന്ന സർക്കാർ വിജ്ഞാപനത്തിന്റെ ഭാഗമാക്കിയല്ലേ മാറ്റി. അങ്ങനെ ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിലേക്ക് KSEB ലിമിറ്റഡിലേക്ക് ആസ്തി ബാധ്യതകൾ കൈമാറി. 1/8/2014 ആഗസ്റ്റ് മാസം 1-ാം തീയതി 2014 ആണ്ട് ഏകദേശം 10 മാസം കഴിഞ്ഞപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിലെ ട്രേഡ് യൂണിയനുകൾ 11 ട്രേഡ് യൂണിയനുകൾ, അവരെ പ്രതിനിധീകരിച്ച് 27 സംഘടനാ നേതാക്കൾ, സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഊർജ വകുപ്പ് സെക്രട്ടറി, ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിനെ പ്രതിനിധീകരിച്ച് അങ്ങനത്തെ CMD, ഇത്രയും ആളുകൾ ചേർന്നൊരു കരാറുണ്ടാക്കി.
ആ കരാറിൽ ത്രികക്ഷി കരാറിലെ ഒന്നാം കക്ഷി എന്ന് പറയുന്നത് ശ്രീ ശിവശങ്കറാണ്. അന്നത്തെ ഊർജ്ജ വകുപ്പ് സെക്രട്ടറിയും അന്നത്തെ KSEB ലിമിറ്റഡിന്റെ ചെയർമാനുമായിട്ട് ഒന്നാം കക്ഷിയും രണ്ടാം കക്ഷി. മൂന്നാം കക്ഷിയായ വൈദ്യുതി ബോർഡിലെ ട്രേഡ് യൂണിയനെ പ്രതിനിധീകരിച്ച് അതിലൊന്നാമത്തുകാരൻ KSEB വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഇലക്ട്രിസിറ്റി ബോർഡിലെ ഏറ്റവും വലിയ സംഘടനയുടെ അന്നത്തെ അനിശ്ചിതയായ നേതാവ് ശ്രീ KO ഹബീബാണ്. അവിടെയും നേരത്തെ ആരെ കാണാനില്ല, പെൻഷൻകാരനില്ല, പെൻഷൻസ് അസോസിയേഷനില്ല. എല്ലാവരുടെയും അംഗീകൃതരുടെയും അംഗീകാരമില്ലാത്തവരുടെയും വിഖ്യാതരുടെയും തലതിരിഞ്ഞവരുടെയും എല്ലാവരുടെയും ഒപ്പ് സമാഹരിക്കാൻ ആരാ PU മൂന്നാമത്തെ നില മുതൽ ഓടിയിറക്കിയാണ്. മൂന്നാമത്തെ നിലയിലെ മൂന്നാം നില വരെ പോയി നോക്കിയിട്ട് പെൻഷൻകാരന്റെ കാര്യമില്ല. നിലവിലൊന്നും KSEBയിലെ പെൻഷൻകാരന്റെ 18 കോടി രൂപ ആസ്തിയുണ്ടെന്ന് അവകാശപ്പെടുകയും 30,000 ആളുകൾ ചിഹ്നമെടുക്കുന്നുണ്ടെന്ന് പറയുകയും ചെയ്ത ഇന്ന് MCDOയുടെ ഊന്നുവഴിയില്ലാതെ എഴുന്നേറ്റ് നിൽക്കാൻ ശേഷിയില്ലാത്ത ഈ സംഘടന എന്താണ് കാട്ടിക്കൂട്ടിയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് കാട്ടിക്കൂട്ടിയെന്ന് ഇലക്ട്രിസിറ്റി ബോർഡിലെ തൊഴിലാളിയും ഇലക്ട്രിസിറ്റി ബോർഡിലെ ഓഫീസറും ഇലക്ട്രിസിറ്റി ബോർഡിലെ പെൻഷൻകാർക്ക് പറഞ്ഞില്ലെങ്കിൽ അവനെ അറിയുന്നില്ല എന്ന് മാത്രം. അങ്ങനെ കരാറിൽ 6-9 വ്യവസ്ഥ അപ്പാകത്തിന്റെ കരാറിൽ 2K ആ എഴുതി ചേർത്തു. 6-9 വ്യവസ്ഥയാണ് ത്രികക്ഷി കരാറിലെ 2K എന്ന് പറയുന്നത്. എന്താ 2K? ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. കമ്പനി ആകുന്ന സമയത്ത് സെപ്റ്റംബർ 2011 വരെയുള്ള വാർഷിക മാത്രം തിട്ടപ്പെടുത്തിയിരുന്നതുകൊണ്ട് അതിന് 9% പലിശ 10 വർഷത്തെ കൊണ്ട്. രണ്ടാമത്തെ 65% വിഹിതം എന്ന് പറയുന്നത് KSEBയുടെയാണ്. അതിന് 5000 കോടി രൂപയിലധികം ബോണുകൾ കടപ്പത്രം. ആ കടപ്പത്രത്തിന്റെ പലിശ 10%. എത്ര വർഷത്തേക്ക്? 20 കൊല്ലത്തേക്ക്. ഇതിന്റെ വരുമാനത്തിൽ നിന്ന് എല്ലാ മാസവും ഏപ്രിൽ മാസം 1-ാം തീയതി ഈ 2 തുകകളുടെ തിരിച്ചടവും പലിശയും ഇലക്ട്രിസിറ്റി ബോർഡ് മാസ്റ്റർ ട്രസ്റ്റ് അടയ്ക്കണം. അതുകൂടാതെ ഒരു 524 കോടി രൂപ 10 കൊല്ലത്തേക്ക് വാർഷിക ബജറ്റ് വിഹിതമായി സർക്കാർ അനുവദിക്കും. 52.4 കോടി വീതം 10 കൊല്ലത്തേക്ക്. അതും മാസ്റ്റർ ട്രസ്റ്റ് നിക്ഷേപിക്കുക. ഇങ്ങനെ ലഭിക്കുന്ന മൂലധന നിക്ഷേപം, ഇങ്ങനെ കിട്ടുന്ന കോർപ്പസ് ഫണ്ട്, അതിന്റെ പലിശ ഉപയോഗിച്ച് മാസ്റ്റർ ട്രസ്റ്റ് എന്ത് കൊടുക്കണം? പെൻഷൻ കൊടുക്കണം. അങ്ങനെ ഉണ്ടാകുന്ന വരുമാനം തികയാമെന്നാൽ ഇലക്ട്രിസിറ്റി ബോർഡ് വാർഷിക പെൻഷൻ വിഹിതമായി മാസ്റ്റർ ട്രസ്റ്റ് നൽകണം. എന്തായി? ഇലക്ട്രിസിറ്റി ബോർഡിലെ 60,000-ഓളം വരുന്ന മനുഷ്യജീവികൾക്ക് ആയുഷ്കാലം പെൻഷൻ കിട്ടാനും അവനെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ജീവിച്ചു പോകുവാനുള്ള സുസ്ഥിരമായ വ്യവസ്ഥയോടുകൂടി വൈദ്യുതി ബോർഡിന്റെ കമ്പനിവൽക്കരണ വ്യവസ്ഥകളും ത്രികക്ഷി കരാറും രൂപപ്പെടുത്തിയിട്ട് ഈ 4-ാം ഘട്ടവന്മാർ അത് ഇലക്ട്രിസിറ്റി ബോർഡ് കട്ടുതിന്ന് കണ്ടിട്ട് പുഷ്പം വാങ്ങിയവരാണ്. കട്ടുതിന്നവന് കഞ്ഞി വെച്ചവനാണ്. കള്ളന് കഞ്ഞി വെച്ചവൻ 2014 ത്രികക്ഷി കരാർ ഉണ്ടായി. 28/1/2015 കമ്പനിയാകുന്നത് വരെയുള്ള ഭാവി പെൻഷൻ ബാധ്യത തിട്ടപ്പെടുത്തി. എത്രയാ ബാധ്യത? 7,584 നമ്മൾ കണക്കാക്കിയിരുന്ന ബാധ്യത സെപ്റ്റംബർ മാസം 2011 ഉണ്ടായിരുന്ന ബാധ്യത കമ്പനിയാകുന്ന സമയത്ത് 12,419 കോടി രൂപയായിരുന്നു. ആ 12,419 കോടി രൂപ 7,584 കൂടുതലാണ്. അതുകൊണ്ട്
6-9 വ്യവസ്ഥയൊന്നനുസരിച്ച് 7584 കോടി രൂപയേക്കാൾ കൂടുതലാണ് കമ്പനിയാവുന്ന സമയത്തെ ഭാവി പെൻഷൻ പദ്ധതിയെങ്കിൽ അതനുസരിച്ച് ആ കുറവ് നികത്തുവാനുള്ള ഭേദഗതി പുറപ്പെടുവിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് 7584 കോടി രൂപയിൽ കൂടുതലാണ് ബാധ്യതയെങ്കിൽ, കമ്പനിയാവുന്ന സമയത്തെ ബാധ്യതയെങ്കിൽ അതും 35-65 എന്ന് പറയുന്ന അനുപാതത്തിൽ വരും എന്ന് ഫ്രാൻസിസ് സ്കീം. അങ്ങനെ 21/1/2015 12,419 കോടി രൂപയ്ക്ക് ഉതകുന്ന രീതിയിൽ കൈമാറ്റ പദ്ധതിയുടെ 6-9 എന്ന് പറയുന്ന വ്യവസ്ഥ ഭേദഗതി ചെയ്തു. ആരും അറിഞ്ഞില്ല. വൈദ്യുതി പോലെ ഒരുത്തരും അറിയുന്നില്ല. എന്താണ് വ്യവസ്ഥ എന്നറിയാമോ? കൈമാറ്റ പദ്ധതി ഉണ്ടാക്കിയാൽ, ആ ട്രാൻസ്ഫർ സ്കീം ഉണ്ടാക്കിയാൽ, ആ ട്രാൻസ്ഫർ സ്കീമിന്റെ അമെന്റ്മെന്റ് 12 മാസത്തിനുള്ളിൽ നടത്തണം. വെറുതെ ഇല്ല. വൈദ്യുതി ബോർഡിലെ സംഘടനയുമായി ചർച്ച ചെയ്ത് ധാരണയിലായി അങ്ങനെയാണ് ചെയ്തത്. വരുത്തൽ 12 മാസം കഴിഞ്ഞു. സർക്കാർ എന്ത് ചെയ്തു? ആദ്യം ഒരു ചെറിയ തുണ്ട് അമെന്റ്മെന്റ് നടത്തി. എന്താണ്? 3 മാസത്തേക്ക് കൂടി അത് നീട്ടാനുള്ള പേര്. അങ്ങനെ 15 മാസം. 15 മാസമായിട്ട് 28/1/2015 അമെന്റ് ചെയ്തു. 35-65 എന്ന് പറയുന്ന കമ്പനി ആകുന്നത് വരെ നിശ്ചയിച്ചിരുന്ന ആ അനുപാത ബാധ്യത എടുത്തു മാറ്റി. അത് സർക്കാർ ചെയ്ത തെറ്റല്ല. ഒറിജിനൽ ട്രാൻസ്ഫർ സ്കീമിലുള്ള വ്യവസ്ഥ തന്നെയാണ്. കമ്പനി ആകുന്നത് വരെയുള്ള ബാധ്യത സർക്കാരിനുള്ളൂ. ഒരു ഷോർട്ട് ടേം അഡ്ജസ്റ്റ്മെന്റ് എന്നാണ്. ആ ഒരു ഷോർട്ട് ടേം അഡ്ജസ്റ്റ്മെന്റ് എന്ന നിലയിൽ പക്ഷേ അത് നമുക്ക് പറയാമായിരുന്നു. എന്താ, ഈ സംവിധാനം അനുസരിച്ച് നമുക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടും കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് കൂടി നമുക്ക് ഡ്യൂട്ടി തരാം എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇത് അറിയാത്തവനെ പറയുന്നത് ഇത് അറിഞ്ഞിട്ടുണ്ടല്ലോ പറയാൻ. അതാണ് വൈദ്യുതി ബോർഡിലെ ട്രേഡ് യൂണിയനുകളുടെ ഉത്തരവാദിത്വം. അപ്പൊ അങ്ങനെ അമൽ ചെയ്തു. എന്തായാലും ഗവൺമെന്റ് സർക്കാരിന്റെ വിഹിതമായി 12,419 കോടി രൂപയുടെ 35% 31/10/2023 വരെയുള്ള ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ബോണ്ടിന്റെ തിരിച്ചടവും പലിശയുമായി 5,861 കോടി രൂപ ഇലക്ട്രിസിറ്റി ബോർഡിനെ കൈവശം വയ്ക്കാം പെൻഷൻ ആവശ്യത്തിന് വേണ്ടി. 3,751 കോടി രൂപയാണ് 12,419 കോടി രൂപയുടെ 35% ഏകദേശം വരും. ആ 3,751 കോടി രൂപയുടെ ആദ്യ ബോണ്ട് 10 വർഷത്തേക്ക് 9% ബോണ്ട്. അതിന്റെ തിരിച്ചടവിനും അതിന്റെ 9% പലിശയും കൂടി കൂട്ടി 5,861 കോടി രൂപ 2023 ഒക്ടോബർ മാസം 31 വരെയുള്ള വൃത്തിയായ പെൻഷൻ ആവശ്യത്തിന് നിലനിർത്താം. ബാക്കി വരുന്ന സർക്കാർ 35% അല്പം കുറവുണ്ട്. അത് 525 കോടി രൂപ 10 വർഷം കൊണ്ട് നേരത്തെ പറഞ്ഞ ബജറ്റ് വിഹിതമായി KSEB സർക്കാരിന്റെ പരിഗണിക്കും. ബാക്കി വരുന്ന 65% ബാക്കിക്ക് 8,144 കോടി രൂപയുടെ ബോണ്ട് ഇലക്ട്രിസിറ്റി ബോർഡ് മാസ്റ്റർ ട്രസ്റ്റിന് കൊടുക്കണം. ഇലക്ട്രിസിറ്റി ബോർഡ് മാസ്റ്റർ ട്രസ്റ്റ് കൊടുക്കണം. ഇതിന്റെ തിരിച്ചടവും പലിശയും എല്ലാ ഏപ്രിൽ മാസം 1-ാം തീയതി മാസ്റ്റർ ട്രസ്റ്റിൽ ഇലക്ട്രിസിറ്റി ബോർഡ് അടയ്ക്കണം. അങ്ങനെ കിട്ടുന്ന വരുമാനം അത് തികയാതെ വന്നാൽ ആ വരുന്ന കുറവിന് KSEB ലിമിറ്റഡ് വാർഷിക പെൻഷൻ വീതിച്ചുണ്ട്. ഇതാണ് നമ്മുടെ പെൻഷൻ വ്യവസ്ഥ. ഇതാണ് പെൻഷൻ വ്യവസ്ഥ. ഇത്രയേ ഉള്ളൂ. സർക്കാരിന്റെ 2023 ഒക്ടോബർ മാസം 9 വരെയുള്ള ഡ്യൂട്ടി 5,861 കോടി രൂപ. ഇലക്ട്രിസിറ്റി ബോർഡിന് 8,146 കോടി രൂപയുടെ ബോണ്ട്, 524 കോടി രൂപയുടെ ബജറ്റ് വിഹിതം. ഇത്രയുമാണ് 12,419 കോടി രൂപ. ഇതിന്റെ തിരിച്ചടവും പലിശയുമാണ് ഇലക്ട്രിസിറ്റി ബോർഡ് കൊടുക്കേണ്ടത്. ഇതിന്റെ പലിശയാണ്. വ്യവസ്ഥ സമ്പൂർണ്ണമായി പെൻഷൻ യാതൊരു മുട്ടൊന്നുമില്ല. വ്യവസ്ഥകൾ വളരെ സുശക്തമാണ്.
എന്തെങ്കിലും കുറവ് വന്നാൽ ആ കുറവ് ഇലക്ട്രിസിറ്റി ഒരു ആനുവൽ പെൻഷൻ കോൺട്രിബ്യൂഷൻ വഴി കൊടുക്കാം. എന്ത് വേണം ഇത് കൊടുക്കാൻ? മാസം കൊച്ചു വേണം. 2015 ഫെബ്രുവരി മാസം 10-ാം തീയതി തിരുവനന്തപുരം പേരൂർക്കര സബ് രജിസ്ട്രാർ ഓഫീസിൽ ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് KSEB ലിമിറ്റഡ് എംപ്ലോയീസ് മാസ്റ്റർ പെൻഷൻ ആൻഡ് ഗ്രാറ്റുവിറ്റി ഫണ്ട് എന്ന് പറയുന്ന ട്രസ്റ്റ് നിലവിൽ വന്നു. സർക്കാർ നിയമിച്ച ട്രസ്റ്റികളുടെ നേതൃത്വത്തിൽ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തു. ആ ട്രസ്റ്റ് നിലവിൽ ട്രസ്റ്റിന് ആദായ നികുതി വകുപ്പിന് വേണ്ടി അപേക്ഷിച്ചു. 2016 ആദായ നികുതി വകുപ്പ് ട്രസ്റ്റിന് ആദായ നികുതി ഇളവ് കൊടുത്തു. 2017 ഏപ്രിൽ മാസം 1-ാം തീയതി KSEB ലിമിറ്റഡ് എംപ്ലോയീസ് മാസ്റ്റർ പെൻഷൻ ആൻഡ് ഗ്രാറ്റുവിറ്റി ട്രസ്റ്റ് നിലവിൽ വന്നു. 2017 ഏപ്രിൽ മാസം 1-ാം 2017 ഏപ്രിൽ മാസം 1-ാം തീയതി ഇലക്ട്രിസിറ്റി ബോർഡ് 8,144 കോടി രൂപയുടെ ഗോൾഡ് മാസ്റ്റർ ട്രസ്റ്റ് കൊടുത്തു. സർക്കാരിന്റെ ഡ്യൂട്ടി നിർബാധം ഇലക്ട്രിസിറ്റി ബോർഡിന് കിട്ടിയിരിക്കുന്നു. കമ്പനി ആവുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പെൻഷൻ ബാധ്യത എത്രയാണെന്ന് എനിക്കറിയാമോ? 800 കോടി രൂപയാണ്. ഈ വ്യവസ്ഥയനുസരിച്ച് മുതൽ തിരിച്ചടവ് ഉൾപ്പെടെ ഒരു കൊല്ലം മാസ്റ്റർ ട്രസ്റ്റിൽ വരേണ്ട തുകയോ 1974 കോടി രൂപയാണ്. 800 കോടി രൂപ പെൻഷൻ ബാധ്യതയുള്ള ഒരു സ്ഥാപനത്തിന് ത്രികക്ഷി കരാർ വഴി സർക്കാരിന്റെ വിജ്ഞാപന പ്രകാരം വഴി മാസ്റ്റർ ട്രസ്റ്റിന് ഒരു വർഷം 1974 കോടി രൂപ എന്ന് പറഞ്ഞാൽ 1100 കോടി രൂപ അധിക വരുമാനം കമ്പനിയാവുന്ന സമയത്ത് തത്വത്തിൽ ലഭിക്കേണ്ട ട്രസ്റ്റാണ് മാസ്റ്റർ ട്രസ്റ്റ്. അത്രയ്ക്ക് സമ്പന്നമായ ട്രസ്റ്റാണ്. അതിന്റെ മിച്ച തുക അതായത് കമ്പനി ആവുന്ന സമയത്ത് ഒരു പൈസ പോലും ഇലക്ട്രിസിറ്റി ബോർഡ് പെൻഷൻ വിഹിതം കൊടുക്കേണ്ട. വരുന്ന സമയത്ത് പോലും വരുമാനത്തിന്റെ അത്രയും പെൻഷൻ ബാധ്യത മാസ്റ്റർ ട്രസ്റ്റിലില്ല. അത്രയ്ക്ക് സുസ്ഥിരമായ മാസ്റ്റർ ട്രസ്റ്റ്. എന്താ സംഭവിച്ചത്? മാസ്റ്റർ ട്രസ്റ്റ് നിലവിൽ വന്നു. ഒരു പൈസ പോലും ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് മാസ്റ്റർ ട്രസ്റ്റിൽ അടച്ചില്ല. ഏത് തീരുമാനം അങ്ങനെ അടയ്ക്കണ്ട എന്നൊരു തീരുമാനം ഉണ്ടാക്കണമെങ്കിൽ ഒന്നുകിൽ കമ്പനിയുടെ ഡയറക്ടറോട് തീരുമാനിക്കണം, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഇതിന്റെ മുതലാളിയായിട്ടുള്ള സംസ്ഥാന സർക്കാർ തീരുമാനിക്കണം, അല്ലെങ്കിൽ കോടതി വേണം, അല്ലെങ്കിൽ നിർദ്ദേശം വേണം. ആരെടുത്തു എന്ന് അടുത്ത കാലത്ത് അറിയാൻ പറ്റും. ഇവരെയൊക്കെ സെൻട്രൽ ജയിലിന്റെ അഴിയണിച്ചുകൊണ്ട് മാത്രമേ KSEB ലിമിറ്റഡിന്റെ പെൻഷൻ സംരക്ഷിക്കൂ. ആരുടെ അനുഭവപ്രകാരം? ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഫിനാൻസ് ഡയറക്ടർ പറയട്ടെ, അന്നത്തെ FI ആയിട്ടുള്ള ഫിനാൻഷ്യൽ അഡ്വൈസർ ആയിട്ടുള്ള ശ്രീ M ബിജു പറയട്ടെ. ആരുടെ തീരുമാനം? ആര് നിർദ്ദേശിച്ചു? അവകാശപ്പെട്ട തുക ഇലക്ട്രിസിറ്റി ബോർഡിന് തോന്നിയാസം കാണിക്കാനുള്ളതല്ല. ഞങ്ങളെയൊക്കെ തൂക്കി KSEB ലിമിറ്റഡിൽ വിറ്റപ്പോൾ കിട്ടിയ കാശ് ഞങ്ങൾ സംരക്ഷിച്ചുകൊള്ളാമെന്ന് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത ഞങ്ങളെ KSEB ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് തൂക്കി വിറ്റപ്പോ നീയൊക്കെ പ്രതിബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് കിട്ടേണ്ട പെൻഷനാണ്. അത് മാസ്റ്റർ ട്രസ്റ്റ് നടത്തി മര്യാദയ്ക്ക് ഞങ്ങൾക്ക് പെൻഷൻ തന്നില്ലെങ്കിൽ സെൻട്രൽ ജയിലിലെ അടിയണം എന്ന പ്രശ്നം. ആരുടെ ഒരു നിർദ്ദേശവുമില്ലാതെ അന്നത്തെ ചെയർമാൻ ശ്രീ NS പിള്ളയുടെ താളത്തിനൊത്ത് തുള്ളി പെൻഷൻ അരക്ഷിതാവസ്ഥയോ അതൊക്കെ കൂട്ടായ്മ ചുമ്മാ കഴിയല്ലേ. നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നില്ലേ? കിട്ടും, പെൻഷൻ കിട്ടും. നല്ല ഊഞ്ഞാല് കെട്ടണമെങ്കിൽ എപ്പ പൊട്ടി വീട് നടുവൊടിയെന്ന് അറിയാൻ പറ്റില്ല. ആണത് നല്ല സുഖമാണ്. അതെ, സംഘടനയിൽ ചേരാം, ടൂറ് പോകാം, ഡാൻസ് കളിക്കാം, കള്ളു കുടിക്കാം, അങ്ങനെ പല പല പരിപാടികൾ ചെയ്യാം. പക്ഷേ ഊഞ്ഞാലിന്റെ കയറ് കിട്ടിയാൽ ഇരിക്കൂട്ടായിട്ട് വീഴും, പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പോയി ആരും ഉണ്ടാകില്ല എന്ന് തൊഴിലാളികൾ ചിന്താറുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഈ സ്ഥിതിവിശേഷം
ആദ്യമായി റെഗുലേറ്റർ എന്ന നിലയിൽ റെഗുലേറ്ററി കമ്മീഷന്റെ മുമ്പിൽ പെൻഷനേഴ്സ് കൂട്ടായ്മ അവതരിപ്പിച്ചു. ഇത് നിയമവിരുദ്ധമാണ്, നിയമലംഘനമാണ്, ഇത് കടുത്ത അനീതിയാണ്. അതുകൊണ്ട് റെഗുലേറ്റർ എന്ന നിലയിൽ റെഗുലേറ്ററി കമ്മീഷൻ ഇടപെട്ടില്ലെങ്കിൽ നിയമ നടപടികളുമായി പെൻഷനേഴ്സ് കൂട്ടായ്മ പോകും. ആദ്യമായി റെഗുലേറ്ററി കമ്മീഷനിൽ പെൻഷൻകാരന്റെ ഒരു ശബ്ദം കേട്ടു. അന്നത്തെ റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാനായിരുന്ന ശ്രീ ദിനരാജ് അല്ലേ, പ്രേമരാജ്, അദ്ദേഹം വളരെ ഗൗരവമായി വരും. ഇലക്ട്രിസിറ്റി ബോർഡ് നിർദ്ദേശം കൊടുത്തു, പെൻഷൻ റെഗുലേറ്റർ പറഞ്ഞു ഇത് കണ്ണി തീക്കലിലാണ്, പെൻഷൻ മുടങ്ങും, പെൻഷൻ നിന്നുപോകും, അടിയന്തരമായി മാസ്റ്റർ ട്രസ്റ്റ് പകരാനുണ്ടാകും. തൽക്കാലം ഞങ്ങൾ 2000 കോടി രൂപ തരാം, 2000 കോടി രൂപ അനുവദിക്കാം. 5 കൊല്ലത്തേക്ക് ആ 2000 കോടി രൂപ വെച്ച് ആ കാലയളവിനുള്ളിൽ നിങ്ങൾ 2021-22 ഇത് സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാക്കണം. വൈദ്യുതി ബോർഡിന്റെ ചെയർമാൻ, വൈദ്യുതി മന്ത്രി, കേരളത്തിൽ ഒരടക്കവുമില്ല. വലിയ കേവന്മാരല്ലേ, കൊള്ളാം. ഇന്നേ വരെ പെൻഷൻകാരനെ കാണാൻ ആരും വരാത്ത ഇപ്പോഴെന്താണ് പൊതുവിരുത്തൽ മാറിക്കിടയണ മട്ടണ എന്ന് പറഞ്ഞ പോലെ ഒരു മനുഷ്യല്ല. പെൻഷേഴ്സ് കൂട്ടായ്മ കേരള ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. കോടതി വളരെ ഗൗരവമായിട്ട് ഉത്തരവിട്ടു. എന്തായിരുന്നു ഉത്തരവ്? ഇവരുടെ അപേക്ഷ പരിഗണിക്കാനല്ല ഉത്തരവ്. കോടതി പറഞ്ഞത് 60,000 മനുഷ്യർ ഭാവി ജീവിതത്തെ ഗുരുതരമായി അപകടിക്കുന്ന സ്ഥിതിവിശേഷമാണിത്. 2017 തുടങ്ങി 6 കൊല്ലം കഴിഞ്ഞിട്ടും ഒരു മാസ്റ്റർ ട്രസ്റ്റ് സർക്കാരിന്റെയും KSEB ലിമിറ്റഡിന്റെയും അഴംഭാവം പ്രവർത്തിക്കാതിരിക്കുന്നു. അടിയന്തരമായി കേരളത്തിലെ ചീഫ് സെക്രട്ടറി ഇക്കാര്യത്തിൽ ഇടപെടണം. ചീഫ് സെക്രട്ടറി 4 വർഷത്തിനകം മാസ്റ്റർ ട്രസ്റ്റ് പ്രവർത്തിപ്പിക്കുവാൻ ഉതകുന്ന ഉത്തരവ് പുറപ്പെടുവിക്കണം. മാസ്റ്റർ ട്രസ്റ്റ് പ്രവർത്തിപ്പിക്കണം. നവംബർ 1 തീയതി KSEB ലിമിറ്റഡിനെ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി വിളിച്ചുവരുത്തി. KSEB പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ ആക്ഷേപത്തിൽ തെളിവെടുപ്പ് നടത്തി. മൂന്ന് കയറാൻ അടുക്കള വഴി കയറാൻ കുറെ പേരുണ്ടായിരുന്നു. നിങ്ങൾക്ക് അടുക്കളയും കക്കൂസും മാത്രമേ പരിചയം. കാരണം ഭക്ഷണത്തിന്റെ ആളുകളാണ്. ഇതിന് രണ്ടിന്റെയും അറ്റാണല്ലോ അടുക്കളയും കക്കൂസും. ഒരറ്റം അടുക്കളയാണെങ്കിൽ വേറൊരത്തെ കക്കൂസാണ്. നേർവഴിയെ സഞ്ചരിക്കും. കൈക്കര കുമാരൻ പറഞ്ഞതുപോലെ കുറുക്കു വഴിയിൽ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് അടുക്കളയുടെ മുമ്പിലോ കക്കൂസിന്റെ മുമ്പിലോ മുട്ടക്കുഴിയുടെ മുമ്പിലോ ആയിരിക്കും. കൈക്കര കുമാരപിള്ളയുടെ കുറുക്കു വഴികൾ എന്ന് പറയുന്ന വളരെ രസകരമായ ഒരു ലേഖനമുണ്ട്. അപ്പോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൂക്കിലയറാണ്. കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി പറഞ്ഞു എനിക്ക് കോടതിയിൽ പോയി വെക്കാൻ നേരെയില്ല, അതുകൊണ്ട് ഇതിനകത്ത് ഈ 2 ആളുകളെ അല്ലാതെ വേറെ ആരെയും കേൾക്കാൻ പറ്റില്ല. ഇലക്ട്രിസിറ്റി ബോർഡ് സംരക്ഷിക്കാനും ഗവൺമെന്റിന്റെ ഉത്തരവും പൂർണ്ണമായി ലംഘിച്ചതായി തെളിവുടെ ബോധ്യപ്പെട്ടു. പക്ഷേ അന്ന് രാത്രി 1/11/23 തീയതി രാത്രി സിംഗാറ്റ് വിജ്ഞാപനം നടത്തി. ആ വിജ്ഞാപനത്തിന്റെ ലക്ഷ്യം, അതിന്റെ എക്സ്പ്ലനേറ്ററി നോട്ട് എന്ന് പറയുന്നത് ഡ്യൂട്ടി സർക്കാരിലേക്ക് നേരിട്ടടയ്ക്കാൻ എന്നാണ്. അതായത് 2023 ഒക്ടോബർ മാസം 1 തീയതി നമ്മുടെ ഡ്യൂട്ടിയുടെ സമയപരിധി കഴിഞ്ഞു. അതുകൊണ്ട് 1 തീയതി കൂടുതൽ ഡ്യൂട്ടി സർക്കാരിലേക്ക് അയക്കാൻ വിജ്ഞാപനം ഇറക്കി. ആ വിജ്ഞാപനത്തിന്റെ കൂട്ടത്തിൽ ഓട വഴി ഒരു ഇടങ്കാല്, ചില പിള്ളേർ പള്ളിക്കുടുത്തി പോകുമ്പോ അങ്ങനെയാണല്ലോ, അങ്ങോട്ട് നോക്കുമ്പോ ഒരു മാവിൽ കുറെ കണ്ണിമാണ് എന്നടുത്ത് അതുപോലെ കേരളത്തിന്റെ ഊർജ്ജ വകുപ്പ് സെക്രട്ടേറിയറ്റിലേക്ക് പോകുന്ന വഴി തിരിച്ചു നോക്കിയപ്പോ വളരെ നല്ല ഒരു മാങ്ങ. എന്താണ്? ക്ലോസ് 69. എന്താണ് ഈ പറഞ്ഞ വ്യവസ്ഥയ്ക്ക് ഇത് തികയാമെന്നാൽ KSEB ലിമിറ്റഡ് ആനുവൽ പെൻഷൻ കോൺട്രിബ്യൂഷൻ കൊടുക്കണമെന്ന് പറയുന്ന വ്യവസ്ഥ.
ഒരു തട്ടാണ് അതൊക്കെ എടുത്തു തന്നു. ഇതെന്താ ഇലക്ട്രിസിറ്റി ബോർഡിലെ 60,000 പേർ തുണിയില്ലാതെ ഡ്യൂട്ടിയില്ല, മാസ്റ്റർ ട്രസ്റ്റ് ഇല്ല, ആനുവൽ പെൻഷൻ കോൺട്രിബ്യൂഷൻ ഇല്ല, പെൻഷൻ ഫണ്ടിൽ കാശില്ല. പണ്ടതുപോലെ ചെയ്തല്ലോ. 28/1/2015 ആരോടും ചോദിക്കാതെ ഒരു അമെന്റ്മെന്റ് നടത്തിയല്ലോ. അങ്ങനെ ഇതങ്ങ് പോകുമെന്ന വിചാരിച്ചത്. പക്ഷേ ഇലക്ട്രിസിറ്റി ബോർഡിലെ പെൻഷൻകാർക്ക് ഉത്തരവാദിത്വമായ സംഘടന ചെയ്തു. 11 പ്രാവശ്യം സസ്പെൻഡ് ചെയ്തിട്ടും കൗണ്ടർ ഓഫിലും എതിർ സത്യവാങ്മൂലമില്ല. 11ാമത്തെ പ്രാവശ്യം കോടതി പറഞ്ഞു ഈ സസ്പെൻഷൻ മറ്റൊരു ഉത്തരവുണ്ടാകുന്നവരെ ദീർഘിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ കേസ് എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ട് ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നാൽ മതി. അങ്ങനെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കയ്യിൽ ഇന്നും പെൻഷൻ കൊടുക്കാൻ ആവശ്യമായ രൂപ നിലനിൽക്കും. ഇത് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? കഴിഞ്ഞ 9 മാസം കഴിഞ്ഞു. 9 മാസമായി ഞങ്ങൾ രാഷ്ട്രീയ തീരുമാനം ഉണ്ടാക്കും. കോടതി പോയത് കൊണ്ടൊരു കാര്യം 9 മാസം പോരെ. 9 മാസവും 9 ദിവസവും 9 നാഴികയും 9 വിനാഴികയും മതി ഈ ലോകത്തൊരു കുഞ്ഞ് ജനിക്കാറ്. പക്ഷെ രാഷ്ട്രീയ തീരുമാനം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയ തീരുമാനം ഉണ്ടായില്ല. അത് രാഷ്ട്രീയ തീരുമാനത്തിന് എന്തു പറ്റി? അത് അലസിപ്പോയി. രാഷ്ട്രീയ തീരുമാനം അലസിപ്പോയി. ഇപ്പൊ എന്താ പറയുന്നത്? ഊർജ വകുപ്പ് സെക്രട്ടറി പട്ടിയെ നോക്കാൻ ഇറക്കിയ ഉത്തരവ് പിൻവലിക്കണം. ഏകപക്ഷീയ ഉത്തരവ്. 28/1/2015 ഏകപക്ഷീയം ഇറക്കിയല്ലോ. അന്ന് ആരെയും കണ്ടില്ലല്ലോ, അന്ന് ആരും ഇല്ലായിരുന്നല്ലോ. അപ്പോ ആ സസ്പെൻഷൻ അങ്ങനെ നിലനിൽക്കുന്നു. അതിനിടയ്ക്ക് ആണ് കഴിഞ്ഞ ദിവസം ഞാനത് പരാമർശിക്കുന്നില്ല, 30,000 രൂപ പിഴയോടുകൂടി നീ അടച്ചാൽ മതി. ആരാണ് ഉത്തരവാദി? അവന്റെ പോക്കറ്റിൽ നിന്ന് കാശി തടച്ചിട്ട് നീ സത്യവാങ്മൂലം കൊണ്ട് 2 ആഴ്ച കഴിഞ്ഞ് വന്നാൽ മതി എന്ന് കോടതി. 6/9/24 ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കി. കോടതി വിധിയെ തുടർന്നുള്ള ഉത്തരവ്. എന്താണ് ഉത്തരവ്? ഉത്തരവ് ഭയങ്കര കുഴപ്പം പിടിച്ച ഉത്തരവ്. ഉത്തരവ് വൈദ്യുതി ബോർഡിലെ പെൻഷൻ അസ്ഥിരപ്പെടുത്തുന്നു. ഇത് സർക്കാർ മാസ്റ്റർ ട്രസ്റ്റ് തുടങ്ങാൻ പറഞ്ഞാൽ കോടതി മാസ്റ്റർ ട്രസ്റ്റ് 4 മാസത്തിനകം ആരംഭിക്കാൻ വേണ്ട ഉത്തരവ് കൊടുക്കണമെന്ന് പറഞ്ഞ് ഇലക്ട്രിസിറ്റി ബോർഡിനെ വിളിച്ചു വരുത്തി തെളിവെടുപ്പ് നടത്തി. പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ ആക്ഷേപത്തിനും ത്രികക്ഷി കരാറിന്റെ വരിയോട് വരിയും വായിച്ച് എന്താണ് ത്രികക്ഷി കരാറിൽ ഇലക്ട്രിസിറ്റി ബോർഡ് കാണിച്ചിരിക്കുന്ന കുരുത്തക്കേട്, തോന്നിയവാസം, സാമ്പത്തിക അപഹരണം എന്ന് മനസ്സിലാക്കി ഇറക്കി മാസ്റ്റർ ട്രസ്റ്റ് പ്രവർത്തിപ്പിക്കാൻ ഇറക്കിയിരിക്കുന്ന ഉത്തരവ് എന്ത് ചെയ്യും? പെൻഷൻ അസ്ഥിരപ്പെടുത്തും. ആരാ പറയുന്നത്? തലയ്ക്ക് സ്ഥിരമില്ലാത്തവർ. തലയ്ക്ക് സ്ഥിരതയുണ്ടെങ്കിൽ എന്താണ് സ്ഥിരം, എന്താണ് അസ്ഥിരം എന്ന് മനസ്സിലായോ? തലയ്ക്ക് തളം വെക്കണം. തലയ്ക്ക് തളം വെച്ചാൽ നല്ല കാഴ്ചയും കിട്ടും. 6/9/24 ഉത്തരവെടുത്ത് വായിക്കണം. എന്താ പറഞ്ഞിരിക്കുന്നത്? മാസ്റ്റർ ട്രസ്റ്റിന്റെയും പെൻഷൻ ഫണ്ടിലേക്കും അടയ്ക്കേണ്ട ബോണ്ടുകളുടെ മുതൽ 24% പിഴപ്പലിശയോടുകൂടി മാസ്റ്റർ ട്രസ്റ്റിൽ അടച്ച് മാസ്റ്റർ ട്രസ്റ്റിനെ സ്വതന്ത്രമായി പ്രവർത്തിപ്പിക്കുവാൻ അനുവദിക്കണം. മാസ്റ്റർ ട്രസ്റ്റാണ് പെൻഷൻ ബോർഡ്. ആകെ കുഴപ്പമായി. എന്താ കുഴപ്പം? മാസ്റ്റർ ട്രസ്റ്റ് അദാനിക്ക് കൊടുത്തു. മാസ്റ്റർ ട്രസ്റ്റ് സ്വതന്ത്രമായല്ലോ. മാസ്റ്റർ ട്രസ്റ്റ് അദാനിക്ക് കൊടുത്തു. മലയാളികൾ അങ്ങോട്ടാണ് യൂണിവേഴ്സലിന് കൊടുത്ത് കാശ് മേടിക്കാൻ. NTPC 6,000 കോടി രൂപ നമ്മുടെ കട്ടുനിന്ന NTPC കരണ്ട് മറിച്ചു വിറ്റ് കോടാനുകോടി രൂപ കൊള്ളയടിച്ച, കേരളത്തിന്റെ വെള്ളം ഉപയോഗിച്ച് കൊള്ളയടിച്ച കാർബോറണ്ടം യൂണിവേഴ്സലിന് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഓഹരിയും വിൽക്കാൻ താറും വാച്ച് നിൽക്കുന്നവർ പറയുകയാണ് എന്താ മാസ്റ്റർ ട്രസ്റ്റ് കൊണ്ട് അദാനി കൊടുത്തു. മാസ്റ്റർ ട്രസ്റ്റ് എന്താണെന്ന് വായിക്കണം.
എഴുത്തും വായനയും അറിയാവുന്ന ആളുകളൊക്കെ അതിനകത്തുണ്ട്, നല്ല പ്രായമൊക്കെ ആയിട്ടുണ്ടെങ്കിലും. അല്ലെങ്കിൽ കൊച്ചുമക്കളെ കൊണ്ടൊന്ന് വായിപ്പിച്ച് കേൾക്കണം. മാസ്റ്റർ ട്രസ്റ്റ് എന്ന് പറയുന്നത് 1882 ട്രസ്റ്റ് ആക്ട് അനുസരിച്ചുള്ളതാണ്. അത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഗമല്ല. ഇലക്ട്രിസിറ്റി ആക്ട് കമ്പനി നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. മാസ്റ്റർ ട്രസ്റ്റ് ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ട്രസ്റ്റാണ്. അതിന് പ്രവർത്തിക്കാൻ ആവശ്യമായ സ്ഥലവും അതിന് പ്രവർത്തിക്കാൻ ആവശ്യമായ സ്റ്റാഫിനെയും അതിന് പ്രവർത്തിക്കാൻ ആവശ്യമായ ഫർണിച്ചറും കൊടുക്കാൻ മാത്രമേ ഇലക്ട്രിസിറ്റി ബോർഡിന് ബാധ്യതയുള്ളൂ. പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ബാധ്യത കരാറനുസരിച്ച് അതിന് കൊടുക്കേണ്ട തുകകൾ യഥാസമയം മാന്യമായി കൊടുക്കുക എന്നുള്ളതാണ്. മാസ്റ്റർ ട്രസ്റ്റ് ആരാണ് ഭരിക്കുന്നത്? ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറയുന്ന പോലെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ട്രേഡ് യൂണിയനുകൾ ഉൾപ്പെടെ ഭരിക്കുന്ന എന്തിയാണ്, സ്വത്വമാണ്, ട്രസ്റ്റാണ് മാസ്റ്റർ ട്രസ്റ്റ്. ഇതൊക്കെ തിരിച്ചറിയണമടാ. നിന്റെയൊക്കെ അധികാരവും അവകാശവും സ്വാതന്ത്ര്യവും എന്താണെന്ന് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ട്രേഡ് യൂണിയനുകൾ തിരിച്ചറിയണം. അല്ലാതെ കരാറുപ്പെട്ടവരും കരാറുപ്പെടാത്തവരും മാസ്റ്റർ ട്രസ്റ്റ് അപ്രായോഗികം എന്ന് പറയുന്നവരും കരാർ തൊഴിലാളിയും എല്ലാവരും കൂടി പെൻഷൻ സംരക്ഷിച്ച് അങ്ങനെ വിഷമിച്ചാൽ ഇങ്ങനെ പലതും കേൾക്കാതെ പോകും. മാസ്റ്റർ ട്രസ്റ്റിന് ട്രസ്റ്റികളുണ്ട്. മാസ്റ്റർ ട്രസ്റ്റിന്റെ ഡീഡ് അനുസരിച്ച് പരമാവധി 15 പേരാണ് അതിന്റെ ട്രസ്റ്റികൾ. അതിന്റെ പ്രിൻസിപ്പൽ ട്രസ്റ്റി 2 പ്രിൻസിപ്പൽ ട്രസ്റ്റിമാരാണ്. ഒന്ന് പവർ സെക്രട്ടറി, ഊർജ വകുപ്പ് സെക്രട്ടറി, മറ്റൊന്ന് വൈദ്യുതി ബോർഡിന്റെ CMD. ബാക്കി ഒന്ന് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഡയറക്ടർമാർ, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ CHRM, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ സാങ്കേതിക ഉപദേഷ്ടാവ്, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കമ്പനി സെക്രട്ടറി, പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ട്രേഡ് യൂണിയനുകളുടെ പ്രതിനിധികൾ. ഇത്രയും പേരടങ്ങുന്ന മാസ്റ്റർ ട്രസ്റ്റിന്റെ ട്രസ്റ്റികളാണ്, ട്രസ്റ്റി ബോർഡാണ് മാസ്റ്റർ ട്രസ്റ്റ് പ്രവർത്തിപ്പിക്കുവാനും മാസ്റ്റർ ട്രസ്റ്റിന്റെ ചുമതല വഹിക്കാനും അതിന്റെ നയപരമായ തീരുമാനമെടുക്കുവാനും സമ്പൂർണ്ണ അധികാരമുള്ളവർ. ഇത് കാലത്തെ നേതാവാണെന്ന് പറഞ്ഞ് വീട്ടിൽ ഭാര്യയോട് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോന്ന പോരാ. ഇതൊക്കെ വായിക്കണം, ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കണം. നമുക്ക് തീരുമാനിക്കാനുള്ള, നമുക്ക് അഭിപ്രായം പറയാനുള്ള, നമ്മളുടെ തീരുമാനങ്ങൾക്ക് വിലയുള്ള സ്ഥലമാണ് മാസ്റ്റർ ട്രസ്റ്റ്. ആ ചുമതല നിർവഹിക്കുന്നതിന് പകരം മാസ്റ്റർ ട്രസ്റ്റ് അതിന്റെ ഉത്തരവാദിത്വം കട്ടുകൊണ്ടുപോയ കാശ് തിരിച്ചടച്ച് പ്രവർത്തിപ്പിക്കണം എന്ന് പറയുമ്പോ അദാനി കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് വിലപിക്കരുത്. ഇതാണ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ വൈദ്യുതി മേഖലയും പെൻഷൻ സംബന്ധമായ കാര്യങ്ങൾ. ഞാൻ സാമാന്യന സൂചിപ്പിച്ചു. അപ്പൊ ഇത് ഉൾക്കൊള്ളുവാൻ, ഇതിനു വേണ്ടി പ്രവർത്തിക്കുവാൻ, ഇത് മനസ്സിലാക്കുവാൻ, ഇത് നമ്മുടെ ജീവിതത്തിന്റെ കാര്യമാണെന്ന് തിരിച്ചറിയുവാൻ ഉള്ള വിവേകവും നിങ്ങൾക്കുണ്ടാകണം. ഈ വൈദ്യുതി ബോർഡിലെ ജീവനക്കാരനും ട്രേഡ് യൂണിയനും ഓഫീസർമാർക്കും മാനേജ്മെന്റിനും ഉണ്ടാകണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ അതുകൊണ്ട് നന്ദി പറയേണ്ടത് ആദ്യമായിട്ട് സ്വാഗതം പറഞ്ഞ ശ്രീ ശിവദാസൻ PJ ജില്ലാ സെക്രട്ടറി, അധ്യക്ഷനായിരുന്ന ശ്രീമതി ഗിരിജ മേഡം അധ്യക്ഷയായിരുന്നു. പിന്നീട് ഇപ്പോൾ അധ്യക്ഷസ്ഥാനം കൈമാറ്റം ചെയ്യപ്പെട്ട ശ്രീമതി പുഷ്പ മാഡം, ഉദ്ഘാടനം നടത്തിയ ശ്രീമതി EP ശ്രീദേവി മാഡം വിശദീകരണം നൽകി നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് വീണ്ടും ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ VP രാധാകൃഷ്ണൻ സാർ, ആശംസകൾ അർപ്പിച്ച് നിങ്ങളെ അക്ഷരപൂരയെ കാത്തിരുന്ന ശ്രീമതി ഗീത R നായർ, പിന്നെ ഇവിടെ വന്നുചേർന്ന നമ്മുടെ ക്ഷണപ്രകാരം ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ എല്ലാ മുതിർന്നതും യുവനവും വിട്ടുമാറുന്നതുമായ എല്ലാത്തരം അംഗങ്ങളെയും വനിതകളെയും പുരുഷന്മാരെയും എല്ലാവരെയും വളരെ നന്ദിയോടുകൂടി ഓർക്കുന്നതോടൊപ്പം നിങ്ങൾക്കെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. നമസ്കാരം.